പിതാവിനും പരിശുദ്ധ സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും അതിലെ നയിക്കും. ആമേൻ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട സിറിയക്ക് വലിയൊന്നും പ്രതച്ച ജോബി പൊന്നമരിക്കച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിയോളജി ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചിതനായ സിറിയക്കച്ചൻ തന്നെയാണ്. പഴയ നിയമത്തിന്റെ ഒരു അതോറിറ്റിയാണ്. ജെറൂസലമിലും റോമിലുമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തില് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരാഴ്ച മുൻപ് റോമിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പഠന ചെയറിന്റെ ഡയറക്ടർ സിറിയക്കച്ചനാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളും അച്ഛനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അച്ഛൻ എടുക്കുന്ന വിഷയം പ്രൊഫറ്റിക് ലിറ്ററേച്ചറിൽ, അതായത് പ്രവാചകന്മാരില്, പ്രവാചക ഗ്രന്ഥങ്ങളില് ദൈവാലയത്തിന്റെ കൺസെപ്റ്റാണ്. ദൈവാലയം അത് പ്രവാചകരിൽ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായം മുതൽ ദേവാലയമാണ് കേന്ദ്രം എന്നുള്ളത് അച്ഛൻ പറഞ്ഞു തുടങ്ങുമെന്ന് എനിക്കറിയാം. കാരണം സൃഷ്ടിയുടെ വിവരണം തന്നെ ദേവാലയത്തിലേക്കുള്ള അല്ലെങ്കിൽ സാപത്താചരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊസഷനായിട്ട് പലപ്പോഴും അച്ഛൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ജീവജാലവും അതിന്റെ പ്രൊസഷനിൽ വരുന്നു. അവസാനം അതിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവാരാധനയ്ക്ക് വേണ്ടി ഏറ്റവും അവസാനം കാർമികന്റെ സ്ഥാനത്ത് വരുന്നു. പ്രവേശിക്കുന്നത് സാപത്ത് വിശ്രമത്തിലേക്കാണ്. അതെല്ലാം ദേവാലയത്തിന് മുന്നോടിയായിരുന്നെന്നും പിന്നീട് പൂർവ്വപിതാക്കന്മാർ എവിടെ ചെന്നാലും ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ ആദ്യം അവർ ചെയ്തിരുന്നത് ഒരു കല്ലെടുത്ത് വെച്ച് അതിൽ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത് അവിടെ പ്രാർത്ഥനയും വിലയും അർപ്പിക്കുകയുമായിരുന്നു നമുക്കറിയാം. ഇതെല്ലാം ഈ ദേവാലയത്തിന്റെ മുന്നോടികളായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങളില് ദേവാലയത്തിന്റെ പ്രസക്തി ആണ് ഇന്ന് അച്ഛൻ നമ്മോട് സംസാരിക്കുന്നത്. നിശ്ചയമായും അതിന് മുൻപ് അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ അച്ഛന് പറ്റുകയില്ല. കാരണം ഈ ദേവാലയത്തിന്റെ ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമേ ഓർസ്ലമിൽ ഉള്ളൂവെങ്കിലും അതിന് സമീപത്ത് തന്നെ ജീവിച്ച് പഠിച്ചയാളായതുകൊണ്ട് വളരെ നിങ്ങളെ ഇന്ന് അച്ഛൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഈ ദേവാലയ ആശയത്തിലേക്ക്, ദേവാലയത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സിറിയക്കച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പങ്കെടുക്കുന്നവരോട് ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോഴുള്ള ഒരു വലിയ വിഷമം ആൾക്കാരുടെ മുഖം കാണാതിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. ഓഡിയോ അല്ല, വീഡിയോ ഓൺ ചെയ്യണം. ഓഡിയോ സംസാരിക്കാൻ അച്ഛൻ അനുവദിക്കുന്ന സമയത്ത് ഓഡിയോ ഓൺ ചെയ്യാം. ബാക്കി സമയത്ത് ദയവായിട്ട്, അല്ലെങ്കിൽ പരമ ബോറാണ് ഈ സ്ക്രീനെ നോക്കിയിരുന്ന് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നതിലും വലിയൊരു വിഷമം പിടിച്ച പരിപാടിയില്ല. അത് അനുഭവം ഉള്ളത് കൊണ്ടുകൂടെ ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സിറിയക്കച്ചനെ ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഇരുവർക്കും, അച്ഛനും പിള്ളേർക്കും സ്റ്റുഡൻസിനും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. സ്ത്രീയായിക്കട്ടെ. അച്ഛന്റെ സ്നേഹപൂർണമായ സ്വാഗതത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം 6 മണി മുതൽ 7:30 വരെയുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദേവാലയ സങ്കല്പത്തെക്കുറിച്ചും പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവാലയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിർത്തിയാണ് പറയുന്നത്. പിണറായി വിജയന്റെ സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് നിർത്തിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അല്ലാത്തവര് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനൊരു നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു ആർട്ടിക്കിളാണ്. അതില് കൊടുത്തിരിക്കുന്നത് പ്രവാചക ഗ്രന്ഥങ്ങൾ വരെ ഉള്ള ഭാഗത്ത് എങ്ങനെയാണ് ജെറുസലേമിന്റെ സെൻട്രാലിറ്റിയെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ്. ജെറുസലേം എങ്ങനെയാണ് സെന്റർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആ സങ്കല്പത്തിലേക്ക്
കടന്നു വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി കടുപ്പമായിരിക്കും വായിക്കാൻ. പെട്ടെന്ന് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. 1-2 പ്രാവശ്യമൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നിങ്ങൾ സമയമെടുത്ത് വായിക്കുക, പഠിക്കുക. നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്താണ് എങ്ങനെയാണ് ദേവാലയത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വന്നത്, അതറിയണമല്ലോ നമുക്ക്, അല്ലേ? അതാണ് ആദ്യത്തെ നമ്മുടെ ചിന്തകൾ. ദേവാലയത്തെ എങ്ങനെയാണ് ആളുകൾക്ക് ദേവാലയം എന്ന് പറഞ്ഞാലും എങ്ങനെ ദേവാലയത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് തിരുവചനത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ദേവാലയത്തെ സെന്റർ ആക്കിക്കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നമ്മൾ കാണുന്നത്. ആ സെൻട്രാലിറ്റിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ദേവാലയത്തെ സെന്റർ ആക്കി നിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ജിയോമെട്രിയിലൊക്കെ വരയ്ക്കത്തില്ല, ഇങ്ങനെ വരയ്ക്കത്തില്ല. അതുപോലെ അതിന് പേരൊക്കെ ഞാൻ മറന്നുപോയി, ഈ വട്ടത്തിലുള്ള സാധനത്തിന്, അല്ലേ? അതുപോലെ ആ വട്ടത്തിൽ സെന്റർ ജെറുസലേം, എവിടെ നോക്കിയാലും ജെറുസലേം ദേവാലയം കാണും. ആ ഒരു സെൻട്രാലിറ്റിയെ കുറിച്ചാണ് പിന്നീട് രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത്. ആ സെൻട്രാലിറ്റി പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും പ്രവാചക ഗ്രന്ഥങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ആമോസിന്റെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, ഹോസിയയുടെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. ആമോസ് 9:11, ഹോസിയ 3:5, അതുപോലെ തന്നെ ഏശയ്യ 2:1-5 വരെ, മിക്ക 4-5 അധ്യായങ്ങള്, അതുപോലെ തന്നെ ഏശയ്യയുടെ പുസ്തകം 9-11 അധ്യായങ്ങള്, അതുപോലെ തന്നെ ഏശയ്യയുടെ പുസ്തകത്തിന്റെ 60-ാമത്തെ അധ്യായം, ഏശയ്യയുടെ പുസ്തകത്തിന്റെ 63-ാമത്തെ അധ്യായം 12-ാം വാക്യം, അതുപോലെ തന്നെ ഏശയ്യയുടെ പുസ്തകത്തിന്റെ 65-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങള്, എസക്കിയേലിന്റെ പുസ്തകത്തിന്റെ 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങള്, 34 മുതൽ 48 വരെയുള്ള അധ്യായങ്ങള്, ജെറമിയയുടെ പുസ്തകത്തിന്റെ 7-ാം അധ്യായം 26-ാമത്തെ അധ്യായം, ഇത്രയും കാര്യം. അതുപോലെ തന്നെ പിന്നെ ഹഗ്ഗായുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങള്, സക്കറിയയുടെ പുസ്തകം 14-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ, അതുപോലെ തന്നെ മലാക്കിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം. ഇത്രയുമാണ് ദേവാലയത്തിന്റെ സെൻട്രാലിറ്റിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. അപ്പൊ നിങ്ങൾ ആരും തന്നെ എഴുതിയിട്ടില്ല എന്ന് എനിക്കറിയാം, അല്ലെ? ഇങ്ങനെ പറഞ്ഞു ഈ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? അപ്പൊ അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തെ കുറിച്ചും പോകാൻ സാധ്യതയില്ല എങ്കിൽ തന്നെയും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ റെക്കോർഡ് ചെയ്ത് കിട്ടുമ്പോഴത്തേനും ഇത് നിങ്ങൾക്ക് കൂടുതൽ നിന്ന് കേൾക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് 3 രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സും 1.5 മണിക്കൂർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ 3 രീതിയിൽ. ഒന്നാമത്തെ ഭാഗം ഈ ദേവാലയത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എങ്ങനെ വന്നു. രണ്ടാമത്തെ ഭാഗം ഇസ്രായേലിനെ അല്ലെങ്കിൽ ജെറുസലേമിനെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സെന്റർ പോർഷനാക്കി വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. എവിടെ നോക്കിയാലും ജെറുസലേം എന്നുള്ള ആ ചിന്ത കടന്നു വരുന്നത് എങ്ങനെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ജെറുസലേം ദേവാലയത്തെ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് പ്രവാചകന്മാരുടെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. ഈ 3 തലങ്ങളില് നമ്മൾ ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ആദ്യത്തെ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ദേവാലയം എന്ന് പറയുന്ന കൺസെപ്റ്റ് കടന്നു വന്നിരിക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ ആർട്ടിക്കിളില് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്തൊക്കെ
കാണുന്ന ഒരു സംഗതിയുണ്ട്. പ്രധാനമായിട്ടും ഈ എന്നാ the ancient Near Eastern temple as the divine human intersection, a theology of the ancient Near Eastern world. എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് ഞാൻ ടെമ്പിൾ ആസ് ദ ഡിവൈൻ ഹ്യൂമൻ ഇന്റർസെക്ഷൻ, ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പിൾ, ദേവാലയം. ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലം. അതിനകത്ത് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം ആദ്യമേ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്താണ് ഈ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നോഹയുടെ കാലത്ത് ഒരു പ്രളയം ഉണ്ടായി അല്ലേ? 2018 പ്രളയം പോലെ ഒരു പ്രളയം നമ്മുടെ നോഹയുടെ കാലത്ത് ഉണ്ടായി. എല്ലാ വസ്തുക്കളും നശിച്ചുപോയി. പക്ഷേ പ്രളയത്തിൽ ആരംഭത്തിൽ നോഹയോട് പറഞ്ഞു, ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, ആ പെട്ടകത്തിൽ ഓരോ ജോഡികളെ പ്രവേശിപ്പിക്കണം. അങ്ങനെ പെട്ടകം ഉണ്ടാക്കി ഓരോ ജോഡികളെ പ്രവേശിപ്പിച്ചു. അതിനുശേഷം താഴെ 40 രാവും 40 പകലും വളരെ അല്ലെങ്കിൽ 40 വർഷത്തേക്കിന് അല്ലെങ്കിൽ 40 രാവും 40 പകലും ഒക്കെ ഇങ്ങനെ ഈ ഫ്ലഡ് ഉണ്ടായി അല്ലെ? അങ്ങനെ വളരെയധികം ശക്തമായ രീതിയിൽ ജലപ്രളയം ഉണ്ടായി. ജലപ്രളയത്തിന് ശേഷം ഒരു പുതിയ സമൂഹം രൂപം കൊണ്ടു അല്ലെ? അതല്ലേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. പുതിയ സമൂഹം രൂപം കൊണ്ടു. ആ പുതിയ സമൂഹം 3 മക്കളുടെ സമൂഹമാണ്. 3 മക്കളുടെ, നോഹയുടെ 3 മക്കളായ ഷേം, ഹാം, യാഫത്ത് എന്നീ 3 മക്കളിലൂടെയാണ് പുതിയ സമൂഹം രൂപം കൊള്ളുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ഷേം, ഹാം, യാഫത്ത്. അതുവഴി വേറെ സമൂഹങ്ങളൊന്നും ഇല്ല. ഇവരിലൂടെയാണ് ആദ്യത്തെ സമൂഹം രൂപം കൊള്ളുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ആദ്യകാലങ്ങളിൽ മനുഷ്യവാസമുള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും കുറിച്ചാണ്. അവിടെ നിന്നാണ് ടെമ്പിൾ, ദേവാലയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കടന്നു വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5000 BC, അതായത് ഇന്നേക്ക് 7025 വർഷങ്ങൾക്ക് മുമ്പ്, 7025 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 7025 വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയൻ എന്ന് പറയുന്ന സംസ്കാരത്തിലാണ് ആദ്യമായിട്ട് ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് സുമേറിയൻ സംസ്കാരത്തെ കുറിച്ചാണ്. ഈ സംസ്കാരത്തില് അവര് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഒരിടം ഉണ്ടായിരുന്നു. ആ ഇടം എന്ന് പറയുന്നത് മലയുടെ മുകളിൽ ആ കൗക്കാസുസ് നിരകൾ എന്ന് പറയുന്ന ഒരു തരം മലനിരകളിലൂടെയാണ് ആദ്യത്തെ ആളുകൾ, സുമേറിയൻ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുക. അപ്പോൾ ദൈവം എവിടെയായിരിക്കുന്നത്? മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ മലയുടെ മുകളിൽ ഇരിക്കുന്ന ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു ബലി അർപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആളുകളുടെ ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആദ്യം ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആരംഭം വരുന്നത്. അപ്പോൾ അവർ പറയുക, ഈ അങ്ങ് മലയുടെ മുകളിൽ അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലെ ആളുകൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കും. ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുന്നത് പല രീതിയിലാണ് ശിക്ഷ കിട്ടുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം കോപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ജലപ്രളയം ഉണ്ടാകാം. ദൈവം കോപിച്ചു കഴിഞ്ഞാൽ ഇടി, മിന്നൽ, കൊള്ളിയ ഇതൊക്കെ ഉണ്ടാകാം. അതൊക്കെ ദൈവത്തിന്റെ കോപത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ദൈവം സന്തോഷിച്ചാലോ അവിടെ പുഷ്പവൃഷ്ടി നടത്തും. അങ്ങനെ അതുപോലെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. അപ്പൊ അതെല്ലാം ഒന്ന് ദൂരത്തിരിക്കുന്ന ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെന്നുള്ള ഒരു വിശ്വാസം ആദിമ കാലഘട്ടം മുതൽ തന്നെ ഈ സുമേറിയൻ സംസ്കാരത്തിലുണ്ടായിരുന്നു.
അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അക്കാഡിയൻ സംസ്കാരം കടന്നു വരിക. അക്കാഡിയൻ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരം കടന്നു വരിക. ഇതെല്ലാം ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത്, മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന ദേശത്ത് വികസിച്ചു വരുന്ന ഒരു സംസ്കാരങ്ങളാണ് സുമേറിയൻ സംസ്കാരവും അക്കാഡിയൻ സംസ്കാരവും ഒക്കെ. ഈ സംസ്കാരത്തിലും ഇതുപോലെയുള്ള ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നടന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പം അനുസരിച്ച് കേട്ടോണം, ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന, പെട്ടെന്ന് ഞാൻ പറയുകയാണ് കാരണം പല കാര്യങ്ങൾ അതിനകത്തുണ്ട്, എന്നാലും ഈ എങ്ങനെയാണ് ദേവാലയം കടന്നു വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ്. ഈ മലമുകളിലൊക്കെ ഇരിക്കുന്ന ദൈവത്തിന് ഈ ഭൂമിയിൽ ഒന്ന് വസിക്കാൻ ഒരു ഇടം വേണമല്ലോ, വേണ്ടേ? അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ? അവര് താമസിക്കുന്ന സ്ഥലം അതൊരു പ്രത്യേക സ്ഥലമായിട്ട്, അന്നത്തെ കാലത്തെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. പ്രത്യേക സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമാക്കുന്നത് ഈ നമ്മളെ ഈ നോർത്തിലൊക്കെ പോയി കഴിയുമ്പോഴേ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്, ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വലിയ കോളനി ഉണ്ട്, അല്ലേ? നേരത്തെ അങ്ങനെയാണല്ലോ നോർത്തിലെ സിറ്റുവേഷൻ. ഇതുപോലെ നമ്മുടെ ആ കാലഘട്ടത്തിലെ ആളുകൾ ഒന്നിച്ച് താമസിച്ചിരുന്നു. അവര് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ നടുക്ക് അവരെന്ത് ചെയ്യുന്നറിയാവോ? അവര് വിശ്വസിക്കുന്ന ദേവന്മാരെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു ആലയം പണിതു. അതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. ആ ആലയത്തിന് അത് ഒരു പിരമിഡിന്റെ ഷേപ്പിലാണ് അവർ പണിതത്. ഒരു പിരമിഡ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഈജിപ്ഷ്യൻ പിരമിഡുകളൊക്കെ കണ്ടു കാണുമായിരിക്കും, മുകളിൽ കൂർത്തു നിൽക്കുന്ന പിരമിഡ്. ഇതുപോലെ ഒരു പിരമിഡിന്റെ ഷേപ്പിലാണ് അവരത് പണിതിരുന്നത്. ആ സ്ഥലത്തിന് ആ ഒരു ദേവാലയത്തിന്, ടെമ്പിളിന് പറയുന്ന പേരാണ് സിഗുറാത്ത് എന്ന് വിശേഷിപ്പിക്കും. നിങ്ങളുടെ നോട്ടില് അത് കൊടുത്തിട്ടുണ്ട്, സിഗുറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അവർ വിശ്വസിച്ചിരുന്ന ദേവന്മാർക്കും ദേവതകൾക്കും വേണ്ടി അവര് ഭൂമിയിൽ സ്ഥാപിച്ച ചില ഒരു ആലയമാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കാണ് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ അർത്ഥം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതിന്റെ നടുവിലാണ്, ആ ജനത്തിന്റെ നടുവിലാണ് ഈ ദേവന്മാരെയും ദേവതകളെയും പ്രതിഷ്ഠിച്ചിരുന്നത്. എങ്ങനെയാണ് അവർ പ്രതിഷ്ഠിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പല തട്ടുകളായിട്ടാണ് സിഗുറാത്ത് എന്ന് പറയുന്ന ആ ടെമ്പിള് പണിതിരിക്കുന്നത്. പല തട്ടുകളിലായിട്ടാണ്. അതിൽ ആദ്യത്തെ തട്ടിൽ അവര് ചെറിയ ചെറിയ ദേവന്മാരെ വെക്കും. ഏറ്റവും മുകളിലത്തെ തട്ടിൽ ആ സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ദേവനെ കൊണ്ട് പ്രതിഷ്ഠിക്കും. മനസ്സിലായല്ലോ? നമ്മളിവിടെ കുരിശടി പണിയുമ്പോഴത്തേക്കിനും അല്ലെ, ഏറ്റവും മുകളിൽ കൊണ്ടുപോയി യൂദാ തദേവസിനെ വെക്കും. ആ പുള്ളിക്കാരനെ പ്രധാനപ്പെട്ടതെങ്കിൽ താഴെ അല്ലറയിലുള്ള പിന്നെ വിശുദ്ധന്മാരെ കൊണ്ടുവെക്കും. ഇതുപോലെ അതുപോലെ തന്നെയാണ് ഇവര് പണിതിരിക്കുന്നത്. ഈ ദേവാലയം പണിതപ്പോൾ, ഈ സിഗുറാത്ത് പണിതപ്പോൾ അവരുടെ സിറ്റിയിലെ പ്രധാനപ്പെട്ട ദേവന്റെ രൂപം ഏറ്റവും മുകളിൽ വെക്കും. മറ്റ് ദേവന്മാരെ, അവർ ഓരോ ഗോത്രങ്ങൾ വിശ്വസിച്ചിരുന്ന ദേവൻ താഴെ വെക്കും. ഇങ്ങനെയാണ് ആദ്യകാലത്തെ ദേവാലയ സങ്കല്പം കടന്നു വരിക. സ്വർഗത്തിൽ ഇരുന്ന് ലോകത്തെ മുഴുവൻ വിധിക്കുകയും ശിക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ദേവന്മാര് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ സുമേറിയൻ സംസ്കാരത്തിലും അക്കാഡിയൻ സംസ്കാരത്തിലും ബാബിലോണിയൻ സംസ്കാരത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് അവരെ കൊണ്ടുവരിക. അങ്ങനെയാണ് ഈ സിഗുറാത്ത് എന്ന് പറയുന്ന ഒരു ടെമ്പിൾ കൺസെപ്റ്റ് കടന്നു വരുന്നത്. എവിടെയാണ് ഇരിക്കുന്നത്? അവർ ജനത്തിന്റെ, ജനം എവിടെയുണ്ടോ ആ ജനത്തിന്റെ മധ്യത്തിലാണ് ഈ സിഗുറാത്തുകൾ സ്ഥാപിച്ചിരുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടി ഒരൊറ്റ ജനമായിട്ട് വരാം. അന്ന് തുടങ്ങിയ ഒരു ചിന്തയായിരുന്നു, ഇനി ശ്രദ്ധിക്കണം, അന്ന് തുടങ്ങിയ ഒരു ചിന്തയായിരുന്നു വൺ ഗോഡ്. ഒരു സിറ്റി സ്റ്റേറ്റിന് ഒരു ദൈവം, ആ ദൈവമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഈ സിറ്റി സ്റ്റേറ്റ് എല്ലാം ഒരു ജനമാണ്. ഉണ്ടോ? വൺ ഗോഡ്, വൺ പീപ്പിൾ, അതുപോലെ തന്നെ വൺ വർഷിപ്പ്, ഒറ്റ വർഷിപ്പേ ഉള്ളൂ.
അത് പരമമായ ആ ദൈവത്തിനുള്ള വർഷിപ്പാണ്. ആരംഭകാലം മുതൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ആ സിറ്റി സ്റ്റേറ്റിലുള്ള ദേവനെ ബലിയർപ്പിക്കണമെന്നുള്ളത്. അതങ്ങനെയാണല്ലോ. ബാബിലോണിയൻ ദേവന്മാരായ മർദൂക്കിനെ ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പിന്നെ നിയമമൊക്കെ ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ബാബിലോണിയൻ ഈ പിന്നെ എംപയറിന്റെ കാലത്ത് ഇറങ്ങിയിരുന്നു. മർദൂക്ക് എന്ന് പറയുന്ന ദേവൻ പ്രധാനപ്പെട്ടതാണ്. ആ ദേവന് മാത്രമേ നിങ്ങൾ ബലിയർപ്പിക്കാവൂ. അങ്ങനെയാണ് നമ്മുടെ ഈ പിന്നെ ദാനിയേലിന്റെ പുസ്തകമൊക്കെ വിരചിതമായിരിക്കുന്നത്. മർദൂക്ക് എന്ന് പറയുന്ന ദേവന് നിങ്ങൾ ബലിയർപ്പിക്കുന്നില്ല എങ്കിൽ നിന്നെ പിടിച്ച് എങ്ങോട്ടിടും? ഈ പിന്നെ ഇതിന്റെ അകത്തോട്ട്, ഈ പിന്നെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇടും. ഇതായിരുന്നു ആദിമകാലത്തുണ്ടായിരുന്ന ശിക്ഷയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്ന കൺസെപ്റ്റ് കടന്നു വന്നിരിക്കുക. എന്നാൽ ഓർത്തു വയ്ക്കണം, ഇത് പുരാതനമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അക്കാഡിയൻ, അസീറിയൻ, സുമേറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടാണെങ്കിൽ ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിർത്തുക, അതിന്റെ പശ്ചാത്തലമായിട്ട് നിർത്തുക, ബൈബിളിന്റെ പശ്ചാത്തലമായിട്ട് നിർത്തിക്കൊണ്ട് ബൈബിളിന് ഒരു പ്രത്യേക കാഴ്ചപ്പാട് കൊടുക്കുക. ദൈവം സ്വർഗത്തിലിരിക്കുന്ന ദൈവമല്ല, സ്വർഗത്തിലിരിക്കുന്നവൻ മാത്രമല്ല കർത്താവ്, സ്വർഗത്തിൽ നിന്ന് താഴേക്കിറങ്ങി ജനത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, കേട്ടോ, ഞാൻ നിന്നെ നയിക്കും. അപ്പൊ ഈ യാക്കോബ് ഹാരാനിലേക്ക് പോകുന്ന അവസരത്തിൽ ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ഹാരാനിലേക്ക് പോകുന്ന അവസരത്തിൽ യാക്കോബിനോട് പറയുകയാണ്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യാക്കോബ് തന്റെ പുത്രന്മാരോടൊപ്പം ഈജിപ്തിലേക്ക് ക്ഷാമകാലത്ത് പോയപ്പോൾ ദൈവമായ കർത്താവ് അവനോട് പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോകാൻ മടിക്കേണ്ട, ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലുണ്ടായിരിക്കും, ഈജിപ്തിൽ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്യുന്ന അനുഭവമാണ് ഈ പിന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തില് സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണോ? അല്ല, മനുഷ്യന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പക്ഷേ ഇങ്ങനെയുള്ള സിഗുറാത്ത് എന്ന് പറയുന്ന ആദ്യത്തെ ടെമ്പിളിന്റെ കൺസെപ്റ്റുകളൊക്കെ, ദേവാലയത്തിന്റെ കൺസെപ്റ്റുകളൊക്കെ പിൽക്കാലങ്ങളിൽ ഇസ്രായേൽ ജനം ഇതിലേക്ക്, അതായത് പിന്നെ അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് ആരംഭകാലത്ത് ദേവാലയങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കടന്നു വരിക. ഇനി എന്തിനാണ് ദേവാലയം പണികഴിപ്പിക്കേണ്ടത് എന്നതിനെ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യവുമായിട്ട് ചേർത്ത് നിങ്ങൾ ചിന്തിക്കണം, കേട്ടോ. ആദ്യം പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്, അല്ലെ? എങ്ങനെയാണ് ഏൻഷ്യന്റ് നിയർ ഈസ്റ്റിൽ, സുമേറിയൻ, അക്കാഡിയൻ, അസീറിയൻ കാലഘട്ടങ്ങളിൽ ദേവാലയത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നത്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ദേവാലയത്തെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്നത്. അബ്രഹാമിന്റെ കാലത്ത് ദേവാലയത്തെ കുറിച്ചുള്ള ചിന്തകൾ ഒന്നുമില്ലായിരുന്നു. അബ്രഹാം പോകുന്ന വഴിയിൽ, അല്ലെ, അബ്രഹാം ഒരിടത്തു നിന്ന് യാത്ര പുറപ്പെട്ടു, മറ്റൊരു സ്ഥലത്തേക്ക് എത്തി, അവനൊരു ബലിപീഠം പണിതു, ആ ബലിപീഠത്തിൽ കർത്താവിന് ബലിയർപ്പിച്ചു. അബ്രാഹത്തിന്റെ യാത്രകളെല്ലാം എടുത്ത് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, പ്രത്യേകിച്ച് അബ്രഹാമിന്റെയും യാക്കോബിന്റെയും യാത്രകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ബലിപീഠത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രകളായിരുന്നു. നിങ്ങൾ ചുമ്മാ ബൈബിൾ കാണണം, കേട്ടോ, ബൈബിൾ ഫ്രണ്ടിൽ കാണണേ. 12-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളില് ദൈവം അബ്രാഹത്തിന് അനുഗ്രഹങ്ങൾ കൊടുക്കുക. ഞാൻ നിന്നെ വലിയ ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും, അങ്ങനെ നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറും.
എന്നിട്ട് എന്ത് ചെയ്തു? അബ്രാഹം ബഥേലിൽ പോയി, ഷെക്കേമിൽ പോയി, അവസാനം മാമ്രയുടെ ഓക്കുമരത്തിന്റെ സമീപത്ത് ദൈവത്തിന് വേണ്ടി ഒരു ബലിപീഠം പണിതു, അവിടെ ബലിയർപ്പിച്ചു. നേരല്ലേ? അപ്പൊ അബ്രാഹത്തിന്റെ യാത്ര ഹാരാനിൽ നിന്ന്, അല്ലെങ്കിൽ ഊർ, ബാബിലോണിലെ ഊറിൽ നിന്ന് ഹാരാനിലേക്ക് വന്ന്, ഹാരാനിൽ നിന്ന് കാനാനിലേക്ക് വന്ന് നേരെ ഒരു ബലിയർപ്പണത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ബലിയർപ്പണത്തിനുള്ള വേദിയാണ്. അത് എവിടെയാണ് നടത്തുന്നത്? മാമ്പ്രയുടെ ഓക്കുമരത്തിന് സമീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബ്രോൺ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇത് പറയുമ്പോൾ ഞാനൊരു ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട്. ആ കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മാക് ടി വിക്കകത്ത് ഇപ്പോൾ 24 എപ്പിസോഡുകൾ, ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് മാത്രമുള്ള 24 എപ്പിസോഡുകൾ ഇറങ്ങിക്കഴിഞ്ഞു. മാക് ടി വിയിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ പടം സഹിതം, ചിത്രങ്ങൾ സഹിതം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും അപ്പൊ ഇതൊരു യാത്രയാണ്. ഇനി അബ്രഹാം അടുത്ത യാത്ര നടത്തുന്നു, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഈജിപ്തിലേക്ക് അബ്രഹാം പലായനം ചെയ്യുന്നു. പലായനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ അബ്രാഹാം സാറായിക്ക് ഒരു 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 ദാസിയെ കൊടുത്തു, ഹാഗാറ്. അതുപോലെ തന്നെ ലോത്ത്. ഇവരെല്ലാവരും കൂടി തിരികെ വന്ന് ലോത്തും അബ്രാഹവും തമ്മിൽ വേർപെട്ട് കഴിഞ്ഞതിന് ശേഷം അബ്രാഹം അവസാനം 13-ാമത്തെ അധ്യായത്തിന്റെ അവസാനം എടുത്ത് നോക്കിക്കേ, എന്താ പറയുന്നത്? അബ്രാഹം മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം ഒരു ബലി അർപ്പിച്ചു, അല്ലെ? ഒരു ബലിപീഠം പണിതു. കണ്ടോ? അപ്പൊ ഈ അബ്രാഹമിന്റെ യാത്ര അവസാനിക്കുന്നത് ബലിപീഠത്തെ ലക്ഷ്യമാക്കിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബലിപീഠത്തെ കുറിച്ചുള്ള ആശയങ്ങള് നമുക്ക് പഴയ നിയമത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ കാണാൻ സാധിക്കും. എവിടെയാണ് ഇസ്രായേല് ബലിയർപ്പിക്കേണ്ടത്? അതാണ് ആദ്യത്തെ ചിന്ത കടന്നു വരിക. എവിടെയാ ബലിയർപ്പിക്കേണ്ടത്? അവിടെ ഇവിടെയും പോയി ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ബലിയർപ്പണമാകത്തില്ല. പക്ഷെ ഇസ്രായേല് ബലിയർപ്പിക്കേണ്ടത് നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ 12:5 ഒന്ന് നോക്കിക്കേ. ഏതാണ്? കർത്താവിന്റെ നാമം പേറുന്ന സ്ഥലത്ത്, അവിടുന്ന് സ്ഥാപിച്ച സ്ഥലത്ത്, അവിടുന്ന് തെരഞ്ഞെടുത്ത സ്ഥലത്താണ് കർത്താവിന് ബലിയർപ്പിക്കേണ്ടത്. അപ്പൊ ദൈവം സ്ഥാപിച്ച, ദൈവം തെരഞ്ഞെടുത്ത, കർത്താവിന്റെ നാമം പേറുന്ന സ്ഥലത്ത്, നിയമാവർത്തനം 12:5 കേട്ടോ. നിങ്ങളെടുത്ത് വായിച്ചോണ്ടിരിക്കണം കേട്ടോ, വായിച്ചോണ്ടിരിക്കണം. ഇതൊക്കെ ബൈബിള് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരാളെയും കൂടെ സഹായത്തിന് വിളിച്ചു. അപ്പൊ അയാള് ബൈബിള് മറിച്ചതും നിങ്ങൾക്ക് വേണേ നോട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സഹായത്തിന് ആരെങ്കിലും ഒക്കെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. ബൈബിളിൽ പറയുന്നത്, നിയമാവർത്തനം 12:5 പറയുന്നു, കർത്താവിന്റെ നാമം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്, അവിടുന്ന് സ്ഥാപിച്ച സ്ഥലത്ത് ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കണം. അപ്പോൾ ബലിയർപ്പണം നടത്തേണ്ടത് ദൈവം സ്ഥാപിച്ച സ്ഥലത്താണ്. അതാണ് പ്രധാനമായിട്ട്. അവിടെ ഇവിടെ കൊണ്ടുപോയി ബലിയർപ്പണം നടത്തി കഴിഞ്ഞാൽ പറ്റില്ല. അങ്ങനെയാണ് പഴയ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ, അതായത് അസീറിയൻ, അക്കാഡിയൻ കാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്ന സിഗുറാത്തിൽ കൊടുത്ത അതേ കൺസെപ്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെയാണ് ബലിപീഠം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവര് താമസിക്കുന്ന സ്ഥലം ഏതാ? ജെറുസലേം. ജെറുസലേം എന്ന് പറയുന്ന പട്ടണം, അല്ലെങ്കിൽ കാനാൻ എന്ന് പറയുന്ന ദേശം, അല്ലെ? കാനാൻ എന്ന് പറയുന്ന ദേശം. ആ കാനാൻ എന്ന് പറയുന്ന ദേശത്ത് ഇസ്രായേൽ ജനം ഒന്നിച്ചു വസിക്കുന്നു. ഒന്നിച്ചു വസിക്കുന്ന ആ ജനത്തിന്റെ മധ്യത്തിൽ അവരൊരു ദേവാലയം പണിയുന്നു. കണ്ടോ? ദൈവം ആഗ്രഹിച്ച, പവിത്രീകരിച്ച സ്ഥലത്ത്, ദൈവത്തിന്റെ നാമം പേറുന്ന സ്ഥലത്ത്, ഈ ഇസ്രായേൽ ജനം ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ദൈവമായ കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയാൻ വേണ്ടി അവർ തീരുമാനമെടുക്കുന്നു. അതാണ് നമ്മൾ ഈ കാണുന്ന ജെറുസലേം ദേവാലയത്തെ കുറിച്ചുള്ള ആദ്യത്തെ ചിന്തകൾ കടന്നു വരിക.
ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ അസീറിയൻ, അക്കാഡിയൻ ഒക്കെ സുമേറിയൻ മിത്തോളജി കാണുന്ന ദൈവസങ്കല്പങ്ങളും ദേവാലയത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വന്നത്? അപ്പോൾ അവരുടെ ആശയങ്ങൾ വ്യത്യാസമുണ്ട്. അസീറിയക്കാർക്കൊക്കെ ബഹുദൈവ വിശ്വാസമായിരുന്നു. പക്ഷേ ഇസ്രായേലിനോ ഏകദൈവ വിശ്വാസമായിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം. ഇസ്രായേലിന് ഏകദൈവ വിശ്വാസമാണ്, മറ്റവർക്കൊക്കെ ബഹുദൈവ വിശ്വാസമായിരുന്നു. അതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ആശയങ്ങളെല്ലാം തന്നെ ഒരുപോലെ. കാരണം വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടുമ്പോൾ ഈ ഇവരെ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളെ കുറിച്ചുള്ള പഴയ പാരമ്പര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്, അവരുടെ ചിന്തകളിൽ അതൊക്കെ ഉണ്ട്. അതെല്ലാം ഉൾച്ചേർത്താണ് അവിടെ ഇരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഫുട്ബോൾ കോർട്ടിൽ ഇരിക്കുകയാണ് വിചാരിക്കുക. ഫുട്ബോൾ കോർട്ടിൽ ഇരിക്കുകയാണ് വിചാരിക്കുക. ഞാൻ ആൻഡ്രൂസച്ചിനൊക്കെ അറിയാം, ഞാൻ കളിക്കാൻ പോകുന്ന മനുഷ്യനല്ല. കാരണം ഇത്രയും വയറും മണ്ണും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ കളിക്കാൻ പോകത്തില്ല. പക്ഷെ ഫുട്ബോൾ കോർട്ടിൽ ഇരിക്കുകയാണ് വിചാരിക്കുക, കളി കണ്ടോണ്ടിരിക്കുക. ആ കളി കണ്ടോണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് നോവൽ എഴുതണമെന്ന് തോന്നുന്നു. നോവൽ എഴുതുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കളിയുടെ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എൻ്റെ മനസ്സില് നോവൽ എഴുതുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഏതെങ്കിലും തരത്തിൽ ഈ കളിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലേ? നേരല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുഴയുടെ തീരത്തിരിക്കുക, ഒരു കവിത എഴുതാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നു. അപ്പോൾ കവിതയുടെ ആരംഭം തന്നെ പുഴയുടെ ഇങ്ങനെ ഒലിച്ചെഴുതുന്ന പുഴയെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളായിരിക്കും. അല്ലെ? ഇതുപോലെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന അസീറിയൻ സംസ്കാരത്തിലും ബാബിലോണിയൻ സംസ്കാരത്തിലും ഉണ്ടായിരുന്ന കഥകളും ഉപകഥകളും സംസ്കാരങ്ങളും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കും. അത് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യുണീക്കാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അനന്യമായ ഒരു ദൈവശാസ്ത്രം, ഏക ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവശാസ്ത്രം. അപ്പോൾ അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തെ എങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്? ദേവാലയം കടന്നു വരാനുള്ളതിന്റെ സാഹചര്യം ഇതാണ്. ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം നിൽക്കുന്ന സ്ഥലത്ത്, ഇസ്രായേൽ ജനം ഒന്നിച്ചായിരിക്കുന്ന സ്ഥലത്ത് അവരുടെ മധ്യേ ദൈവത്തിന് വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ആലയം പണിയണം. അതിനു വേണ്ടിയിട്ടാണ് ദേവാലയം അവർ ക്രമീകരിച്ചത്. ഇങ്ങനെ മധ്യേ വസിക്കുന്ന ദൈവത്തെയാണ്, ജനത്തിന്റെ മധ്യേ വസിക്കുന്ന ദൈവത്തെയാണ് ദേവാലയം എന്ന് പറയുന്ന ആ ചിന്തയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ജനത്തിന്റെ മധ്യേ വസിക്കുന്ന ദൈവത്തെയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏദൻ തോട്ടത്തെ കുറിച്ചുള്ള വിവരണം കാണുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്, അല്ലെ? അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? വൃക്ഷത്തെക്കുറിച്ച്, 2 വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നില്ലേ, ഇല്ലേ? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം, അല്ലെ? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം, ജീവന്റെ വൃക്ഷം, അല്ലെ? നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷം. അപ്പൊ ജീവന്റെ വൃക്ഷം എവിടെയാണ് നിൽക്കുന്നത്? തോട്ടത്തിന്റെ നടുവിലാണ്. വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാർ പറയും, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷം ദേവാലയത്തിന്റെ ഒരു ചെറിയൊരു പതിപ്പായിട്ടാണ് നിൽക്കുക. ഈ ദേവാലയത്തിലേക്കാണ് ജനത്തെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ തോട്ടം എന്ന് പറയുന്നത്, ഏദൻ തോട്ടം എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടനുസരിച്ച് വാഗ്ദാന ദേശത്തിന്റെ പ്രതീകമാണ്. വാഗ്ദാന ദേശത്തിന്റെ മധ്യത്തിൽ, ജനം തിങ്ങിപ്പാർക്കുന്ന വാഗ്ദാന ദേശത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷമാണ് ദേവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ആ ദേവാലയത്തെ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഒക്കെ ആവശ്യകതയുണ്ട്. അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. പാപത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ദേവാലയം നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം,
ദേവാലയം എന്ന് പറയുന്നത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷം. അവിടെയാണ് ആ ദേവാലയത്തെ കുറിച്ചുള്ള ചിന്തകള് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരിക. പിന്നെ നമ്മൾ കാണുന്നത് മോശ മോശയോട് ദൈവമായ കർത്താവ് പറയുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 25 മുതലുള്ള അധ്യായങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മോശയോട് ദൈവമായ കർത്താവ് പറയുന്നു, എന്റെ ജനം കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. അതിനാൽ ഈ ജനത്തിന്റെ മധ്യേ വസിക്കാൻ എനിക്ക് വേണ്ടി ഒരു കൂടാരം നീ സ്ഥാപിക്കുക. അങ്ങനെ മോശ സ്ഥാപിച്ച കൂടാരമാണ് സാക്ഷ്യ കൂടാരം. ആ സാക്ഷ്യ കൂടാരത്തിന്റെ ഉള്ളിലാണ് വാഗ്ദാന പേടകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ദേവാലയം, ആദ്യത്തെ ദേവാലയം എവിടെയാണ്? ആദ്യത്തെ ദേവാലയം ജനത്തിന്റെ മധ്യയാണ് ദേവാലയം നിൽക്കുക. ഈ മധ്യേ നിൽക്കുന്ന ദേവാലയം ഏത് കൾച്ചറിന്റെ ഭാഗമാണ്? അസീറിയൻ കൾച്ചറിൽ ഉണ്ടായിരുന്ന സിഗുറാത്ത് എന്ന് പറയുന്ന ആ ദേവാലയത്തിന്റെ സങ്കല്പത്തിൽ നിന്നാണ് ജനത്തിന്റെ മധ്യേ വസിക്കുന്ന ഒരു ദേവാലയം ഉണ്ടാകണമെന്ന് ആളുകൾ, വിശുദ്ധ ഗ്രന്ഥം അഭിപ്രായപ്പെടുക. അതുകൊണ്ട് ജനത്തിന്റെ മധ്യേ ഒരു ദേവാലയം, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത്, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് എന്നാന്നറിയാമോ? ഈ ജോർദാൻ നദി കടക്കുന്നതിനെ കുറിച്ച് അത് ജോഷുവയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ ജലം രണ്ടായിട്ട് തിരിഞ്ഞു. ആളുകളെല്ലാം പോയി തീരുന്നത് വരെ ജോർദാൻ നദിയുടെ നടുവിൽ ഈ പുരോഹിതന്മാർ ഈ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് നിന്നു. അപ്പൊ ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ദൈവ സാന്നിധ്യത്തിന്റെ ചുറ്റിലുമാണ് ഇസ്രായേൽ ജനം ഉണ്ടായിരുന്നത്. കാരണം അവർ അതിനെ നോക്കിയ യാത്ര ചെയ്തിരുന്നത്. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം 25-ാമത്തെ തിരുവചനം മുതൽ പറയുന്നത് എന്താണെന്നറിയാമോ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മേഘം ഉയരുന്നത് കാണുമ്പോൾ, വാഗ്ദാന പേടകത്തിൽ നിന്ന് മേഘം ഉയരുന്നത് കാണുമ്പോൾ ജനം യാത്ര തിരിക്കും. മേഘം എവിടെ തീരുന്നുവോ അവിടെ യാത്ര അവസാനിക്കും. അപ്പോൾ അവർ വിളിച്ചു പറയും, കർത്താവെ, അങ്ങ് ഇസ്രായേലിന്റെ 10,000-ങ്ങളിലേക്ക് തിരിച്ചു വരണമേ എന്ന് അവർ പ്രാർത്ഥിക്കും. അങ്ങനെ ജനത്തിന്റെ മുഴുവന്റെയും കേന്ദ്ര സ്ഥാനമായി വാഗ്ദാന പേടകം കടന്നു വരികയാണ്. അപ്പോൾ ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദേവാലയം. അതുകൊണ്ട് ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യം അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നത് ജനത്തിന്റെ മധ്യയായിരുന്നു. ജനത്തിന്റെ മധ്യയിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് ഈ ജനത്തെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വാഗ്ദാന പേടകത്തിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ ദേവാലയത്തിന്റെ ചിത്രം. ക്ലിയർ ആയോ? ഇത്ര മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? സ്പീഡാണെങ്കിൽ ഒന്ന് പറയുക. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? വെരി ഗുഡ്. അത്ര പറഞ്ഞല്ലോ, നല്ല കാര്യം. ഓക്കെ. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ മുന്നോട്ട് പൊക്കോട്ടെ? കൈ കാണിച്ചാൽ മതി. ഓക്കെ, പോയിക്കോ. പോകുന്നില്ല, ഇവിടെ തന്നെ കാണും കേട്ടോ, മുന്നോട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ഭാഗത്തേക്ക് പ്രവേശിച്ചു. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ജനത്തിന്റെ മധ്യേ നിൽക്കുന്ന ദേവാലയത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ദേവാലയം, ഈ ദൈവത്തിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ വാഗ്ദാന ദേശം എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പലതവണ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനമായിട്ട് കൊടുത്ത സ്ഥലം. അതാണ് പറയുന്നത്, ദാനമായിട്ട് കൊടുത്ത സ്ഥലം. നിങ്ങൾ മലയാളം ബൈബിളിൽ ആ ദാനം എന്നുള്ള വാക്ക് കാണത്തില്ല. ഹെബ്രായ ബൈബിളില് അത് വാക്ക് കൊടുത്തിരിക്കുന്ന നത്താൻ എന്ന വാക്കാണ്, ഹീബ്രു വാക്ക്. നത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കൊടുക്കുക അല്ല ചെയ്യുന്നത്.
ചുമ്മാ എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്നാ പിടിച്ചു, പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ടല്ല, ദാനമായിട്ട് കൊടുക്കുക ദേശം. ആ ദേശം ദാനമായിട്ട് കൊടുക്കുന്ന ദേശം തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ ദേശമായിരുന്നു. അതാണ് അതിൻ്റെ അകത്തെ പ്രത്യേകത. വാഗ്ദാന ദേശത്തെ അളന്നു തൂക്കി നടത്തുക, അളന്നു തൂക്കിയിട്ടിരിക്കുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ചുമ്മാ നോക്കണം. ജോഷുവ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ജോഷുവയോട് കർത്താവായ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ നടക്കാൻ പോകുന്ന വഴികൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? അങ്ങ് താഴെ മരുഭൂമി മുതല് ലെബനോന്റെ അതിർത്തി വരെയും, ഗ്രേറ്റ് സീ അതായത് മെഡിറ്ററേനിയൻ കടൽ മുതല് യൂഫ്രട്ടീസ് നദി വരെയുമുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ നിനക്ക് നൽകും. എന്നിട്ട് പറയാ, നീ നടക്കുന്ന വഴികള്. ഒരാൾ ആരോണ്ടോ ഇത് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഓഫ് ചെയ്തേക്കോ. ടെസ്സി ആരാ? ടെസ്സിയുടെ അതൊന്ന് ഓഫ് ചെയ്യണം. അത് ഓക്കെ. ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഡിയോ ഓഫ് ചെയ്യണേ. ഓഡിയോ ഓഫ് ചെയ്യണം. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ മറന്നുപോയി. നീ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും, നീ പോകുന്ന എല്ലാ വഴികളും ഞാൻ നിനക്ക് തരും. അപ്പൊ നോക്കിക്കോണം, ഇതെല്ലാം ദൈവം ദാനമായിട്ട് നൽകിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വാഗ്ദാന ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യത്തിന്റെ സ്ഥലമാണ്. നമുക്കറിയാം, ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെ? ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം നിങ്ങൾക്കൊക്കെ അറിയാം. കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്നു. കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ പോകുമ്പോഴത്തേനും ഒക്കെ ജെറീക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് നീളം ചുറ്റിയൊക്കെ നടക്കുന്ന രീതിയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ജെറീക്കോ പട്ടണം. ജെറീക്കോ പട്ടണത്തിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുന്നത് എന്നറിയാമോ? എങ്ങനെയാ പ്രവേശിക്കുന്നത്? അതായത് ജെറീക്കോ പട്ടണത്തിലേക്ക് 6 ദിവസം ആളുകൾ ചുറ്റും നൂർന്ന് കാഹളം ഊതിക്കൊണ്ട് ബഹളമൊക്കെ വെച്ച് നടക്കണം. 7-ാമത്തെ ദിവസം വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ നടക്കുമ്പോൾ മുമ്പിൽ കാഹളം മുഴക്കണം, ആളുകൾ അട്ടഹസിക്കണം. അട്ടഹസിക്കുമ്പോൾ മതില് താഴെ വീഴും. എത്രാമത്തെ ദിവസമാണ്? 7-ാമത്തെ ദിവസമാണ്. ആ 7-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ? സാബത്ത് അച്ഛൻ പറഞ്ഞ പോലെ, ആൻഡ്രൂസിറ്റ് പറഞ്ഞ പോലെ, സാബത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സമയമാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ വിശ്രമത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് സാബത്ത് എന്ന് പറയുന്നത്. കർത്താവിന്റെ വിശ്രമത്തിന്റെ സമയമാണ് സാബത്ത് എന്ന് പറഞ്ഞാൽ കർത്താവ് വിശ്രമിക്കുകയല്ല, നമ്മൾ കർത്താവിലായിരിക്കുന്ന സമയമാണ്. അപ്പൊ 7-ാമത്തെ ദിവസം ജെറീക്കോ പട്ടണത്തിലേക്ക് ഇസ്രായേൽ ജനം പ്രവേശിച്ചപ്പോൾ അവര് പ്രവേശിക്കുന്നത് എങ്ങോട്ടേക്കാണ്? വാഗ്ദാനം. ജെറീക്കോ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നോർത്തേൺ എൻട്രി ആണ്. ജെറീക്കോ എന്ന് പറയുന്നത് ജെറീക്കോ നോർത്തേൺ എൻട്രി ആണ്. നിങ്ങൾ വിശുദ്ധാട്ടിൽ പോയവർക്കറിയാം, മൗണ്ട് നെബോ എന്ന് പറയുന്ന ഒരു വലിയ മലയുണ്ട്. ആ മലയുടെ മുകളിൽ നിന്നാണ് മോശ ഇസ്രായേൽക്കാർക്ക് വാഗ്ദാന ദേശം കാണിച്ചു കൊടുത്തത്. അതിൻ്റെ അകത്ത് നോർത്തേൺ ഭാഗമാണ് അവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്ന് അവിടുന്ന് ക്രോസ് ചെയ്തിട്ടാണ് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ നോർത്തേൺ എൻട്രി ആണ് ഈ ജെറീക്കോ എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തെ പിടിച്ചടക്കാൻ വേണ്ടി ആ പട്ടണത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് തന്നെ 7-ാമത്തെ ദിവസം, സാബത്ത് ദിവസം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ദിവസം അവർ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥമാക്കുന്നത് വാഗ്ദാന ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ദിവസമാണ്. വാഗ്ദാന ദേശം പോലും ദൈവ സാന്നിധ്യത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബലിയർപ്പണങ്ങളൊന്നും തന്നെ പുറത്തില്ല, വാഗ്ദാന ദേശത്തിന് വെളിയിലില്ല. വാഗ്ദാന ദേശത്ത് മാത്രമേ ബലിയർപ്പണമുള്ളൂ. ഈ യാക്കോബ് ഹാരാനിലേക്ക് 20 വർഷം പോയി അല്ലെ? 20 വർഷം യാക്കോബ് ഹാരാനിലേക്ക്. ഹാരാൻ എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ സിറിയ എന്ന് പറയുന്ന പ്രദേശമാണ് ഹാരാൻ. അവിടെ ലെബനോൻ, സിറിയ എന്ന് പറയുന്ന പ്രദേശമാണ് ഹാരാൻ. അത് വാഗ്ദാന ദേശത്തിന് വെളിയിലുള്ള ഭാഗമാണ്. അവിടെ 20 വർഷം ഈ ഹാരാനില് ഈ മനുഷ്യൻ യാക്കോബ് പോയി. അവിടെ ഒന്നും ബലിയർപ്പിച്ചതായിട്ട് കേട്ടിട്ടില്ല.
യാക്കോബ് തിരിച്ച് വാഗ്ദാന ദേശത്തേക്ക് തിരിച്ചു വരുന്ന ആ സമയത്ത് ലാബാനുമായിട്ട് ഒരു ഉടമ്പടി നടത്തുന്നുണ്ട്. ലാബാൻ എന്ന് പറയുന്നത് ഹാരാനിലുള്ള ഈ യാക്കോബിന്റെ അമ്മായിയപ്പന്റെ പേരാണ് ലാബാൻ. ലാബാനുമായിട്ട് ഉടമ്പടി നടത്തി അതിനുശേഷം ബലിയർപ്പിക്കുന്നത് എവിടെയാണെന്നറിയാമോ? വാഗ്ദാന ദേശത്തിന്റെ ബോർഡറിലാണ്. പെനുവേൽ, പെനുവേൽ, അതുപോലെ തന്നെ മഹനായും, പെനുവേൽ, മഹനായും, യാബോക്ക് തുടങ്ങിയ ദേശങ്ങളെല്ലാം തന്നെ വാഗ്ദാന ദേശത്തിന്റെ ഉള്ളിലാണ്. അപ്പോൾ നോക്കിക്കോണം, വേറൊരിടത്തും ബലിയർപ്പണം പാടില്ല, വാഗ്ദാന ദേശത്ത് മാത്രമേ പറ്റത്തുള്ളൂ. യാക്കോബ് നടത്തിയ അവസാനത്തെ ബലിയർപ്പണം എവിടെയാണെന്ന് നമുക്കറിയാം, ബഥേലിൽ. നോക്കിക്കേ, അതും വാഗ്ദാന ദേശത്തിനുള്ളിലാണ്. വാഗ്ദാന ദേശത്തെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് കരുതുകയായിരുന്നു ആദ്യകാലത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുക. ഇതെല്ലാം ബേസിക് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ പറയുന്നത് ഇസ്രായേൽ അസീറിയയിലേക്ക് പോയി, ഇസ്രായേൽ പാപം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഇസ്രായേൽ എന്ന് പറയുന്ന വാഗ്ദാന ദേശത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയാൽ അവൻ പാപം ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരുന്നു വാഗ്ദാന ദേശം. അത് തന്നെ ഒരു ദേവാലയത്തിന്റെ അനുഭവം തന്നെയാണ്. ദേവാലയത്തിന്റെ അനുഭവമാണ്, സ്ട്രക്ചർ ഇല്ലാത്ത ദേവാലയം. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ, ജോഷുവയുടെ പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഈ ജോർദാൻ നദി കിടക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ ഗിൽഗാൽ എന്ന് പറയുന്ന ദേശത്തെത്തുന്നു. 6-ാമത്തെ അധ്യായത്തിൽ ജെറീക്കോയിലേക്ക് പ്രവേശിക്കുന്നു. 7-8 അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയി എന്ന് പറയുന്ന പട്ടണം പിടിച്ചടക്കുന്നു. അതിനുശേഷം വീണ്ടും 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വാഗ്ദാന പേടകം ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇസ്രായേൽക്കാര് യുദ്ധത്തിനായിട്ട് പോകുന്നു. അതിനുശേഷം വീണ്ടും തിരികെ വാഗ്ദാന പേടകത്തിനടുത്തേക്ക് എത്തുന്നു. അങ്ങനെ പോകുന്നു ഓരോ കാര്യങ്ങളും. എന്നിട്ട് അതിനുശേഷം ദൈവത്തിന്റെ വാഗ്ദാന പേടകം നിലനിന്നത് സീലോഹ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നുവെന്ന് 18-ാമത്തെ ജോഷുവയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അപ്പൊ നോക്കിക്കോണം, ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിലും ആ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാഗ്ദാന ദേശം തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവമായിരുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കർത്താവിന്റെ സാന്നിധ്യമാണ് ദേവാലയമായിട്ട് മാറുന്നത്. വാഗ്ദാന പേടകമാണ് ആദ്യകാലത്തെ ദേവാലയമായിട്ട് മാറുക. ഇനി ഈ ദേവാലയത്തിൽ ഈ വാഗ്ദാന പേടകത്തിന് ശക്തിയുണ്ട്. വാഗ്ദാന പേടകത്തിന് ശക്തിയുണ്ട്. എങ്ങനെയാണ് ഈ വാഗ്ദാന പേടകത്തിന് ശക്തി മനസ്സിലാക്കുന്നത്, ദൈവ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നോക്കിക്കോണം, ആരംഭം മുതലേ ഈ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തിന്മയെ തൂത്തെറിയുന്ന അല്ലെങ്കിൽ മറ്റ് ദേവന്മാർക്കെതിരെ നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണാൻ പറ്റും. നമുക്കറിയാം, 1 സാമുവേലിന്റെ പുസ്തകം 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 1 സാമുവേലിന്റെ പുസ്തകം 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവമാണ്, ദൈവത്തിന്റെ വാഗ്ദാന പേടകം ഫിലിസ്ത്യര് തട്ടിക്കൊണ്ടുപോയി, യുദ്ധം ചെയ്ത് കീഴടക്കിക്കൊണ്ടുപോയി. ഫിലിസ്ത്യര് കൊണ്ടുപോയി അവരുടെ ദേവന്റെ മുമ്പിൽ, ഡാഗൺ എന്ന് പറയുന്ന ദേവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ വാഗ്ദാന പേടകം വെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഡാഗൺ എന്ന് പറയുന്ന ദേവൻ തല കുമ്പിട്ട് അവിടെ കിടക്കുക, തവിട് പൊടിയായിട്ട് കിടക്കുക. ഇതറിഞ്ഞ് ആ ഫിലിസ്തീനായിട്ടുള്ള ആളുകള് നേരെ എന്ത് ചെയ്തെന്നറിയാവോ? ഈ വാഗ്ദാന പേടകത്തെ എങ്ങനെയെങ്കിലും അതിന്റെ നാട്ടിലെത്തിക്കണം, അല്ലെ? എങ്ങനെയെങ്കിലും അതിന്റെ നാട്ടിലെത്തിക്കണം. പക്ഷെ ഇവിടെ പ്രശ്നമാണ്, അല്ലെ? മരുമക്കള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എങ്ങനെയെങ്കിലും അവളെ വീട്ടിലെത്തിക്കണം എന്ന് പറയുന്ന അമ്മായിമ്മമാരെ പോലെയാണ് ഫിലിസ്തീന്. അപ്പൊ എങ്ങനെയെങ്കിലും
നമ്മുടെ ഈ പുള്ളിയെ നാട്ടിലെത്തിക്കണം, ഈ സാധനത്തെ നാട്ടിലെത്തിക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ഇത് യഥാർത്ഥ ദൈവമാണോ ശക്തിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ കാളക്കുഞ്ഞിനെ, പശുക്കുട്ടിയെ എടുത്തു. ആ പശുക്കുട്ടിയുടെ മേലിൽ ഒരു തേരൊക്കെ വെച്ചതിന് ശേഷം നേരെ എന്നിട്ട് ഈ വാഗ്ദാന പേടകത്തെ ആ തേരിലേക്ക് സംഭവിച്ചു. കുഞ്ഞു പശുവാ. ആ പശു അമ്മയുടെ പിന്നെ പാല് കുടിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഓടി നടക്കുക. അതുകൊണ്ട് ഇത് അവര് വിചാരിച്ചു ഇത് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് വഴി വിട്ടു പൊക്കോളും. അന്നേരം അറിയാം ഇതിന് ശക്തിയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കിയോളും. പക്ഷേ ഈ പശുക്കുട്ടി നേരെ ചെല്ലുന്നതോ കൃത്യം സ്പോട്ടിലേക്കാണ് ചെല്ലുന്നത്. ബത്ഷമേഷ് എന്ന് പറയുന്ന ദേശത്ത് ചെന്നപ്പോഴത്തേനും ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ വയലില് വിളവ് കൊയ്യുകയായിരുന്നെന്ന് സാമൂഹിന്റെ പുസ്തകം 6-ാം അധ്യായം സാക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോണം, ദൈവത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ഈ സാന്നിധ്യത്തെയാണ് പിൽക്കാലത്ത് ദൈവമായ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം സോളമൻ രാജാവ് ഒരു ദേവാലയം പണിത് അവിടെ കൊണ്ടുവെക്കുക. അവിടെയും നോക്കിക്കോണം, ഇത് ചുമ്മാ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. മറിച്ച് അത് സെന്റർ ഓഫ് ദ വേൾഡിൽ കൊണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ പുസ്തകം അല്ല ആർട്ടിക്കിളിന്റെ അകത്ത് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. ഒരു മാപ്പ്. ബാക്കിയുള്ളതൊക്കെ വായിച്ചില്ലെങ്കിലും ആ മാപ്പെങ്കിലും എടുത്ത് നോക്കിക്കേ. അതിൻ്റെ അകത്ത് 3 ദേശക്കാരെ അവതരിപ്പിച്ചിരിക്കുക. ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 മക്കളെ അവതരിപ്പിച്ചിരിക്കുക. ആ 3 മക്കളെ അവതരിപ്പിക്കുമ്പോൾ ഒരു ലൈനാ കൊടുത്തേക്കുന്നത്. ആ ലൈന് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണെന്നറിയാമോ? കാനാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? കാനാൻ, അതാണ് ഇസ്രായേൽ ജെറുസലേം എന്ന് പറയുന്ന ദേശം. അപ്പൊ കാനാൻ എന്ന് പറയുന്ന ദേശം 3 സമൂഹങ്ങളെയും ഒന്നിപ്പിക്കുന്ന ദേശമാണ് കാനാൻ. അവിടെയാണ് ദൈവ സാന്നിധ്യത്തിന്റെ ദേവാലയം പണിയേണ്ടത്. അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് ഞാൻ ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ്. ഞങ്ങൾക്കിവിടെ ഒരു ഞങ്ങളുടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അത് പറയുന്ന പേരാണ് വാശിപ്പള്ളി. വാശിപ്പള്ളി. എന്തുകൊണ്ടാണ് വാശിപ്പള്ളി എന്ന് പറയാൻ കാരണം? ആദ്യം പണിത പള്ളി അവർക്ക് പള്ളി വന്നപ്പോഴത്തേക്കും അപ്പുറത്തെ ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ട് വാശിക്ക് പോയി പണിത പള്ളിയാണ് വാശിപ്പള്ളി. ഒരു പള്ളിയുടെ പേരാണ് കള്ളക്കടത്ത് പള്ളി. പള്ളിയുടെ പേരാണ് കള്ളക്കടത്ത് പള്ളി. ആ ഇടവക്കാരൊക്കെ ഉണ്ടെങ്കിൽ എഴുതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പോട്ടെ. അപ്പൊ നോക്കണം, ഈ വാശിക്ക് പണിയാനുള്ള പള്ളിയൊന്നുമല്ല ദേവാലയം എന്ന് പറയുന്നത്. മറിച്ച് ദേവാലയത്തെ എങ്ങനെയാ ചിത്രീകരിച്ചിരിക്കുന്നത്? 3 ലൈനുകളും ഒരുമിച്ച് കൂട്ടുന്ന, അല്ലെ? ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 മക്കളെ, ആ ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കാനാൻ. അവിടെയാണ് ദേവാലയം പണിയുന്നത്. ഉണ്ടോ? അതാണ് സോളമൻ രാജാവ് ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം. അല്ലെങ്കിൽ ദാവീദ് രാജാവ് ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം അവിടെയാണ്. ദാവീദ് രാജാവിന്റെ രാജ്യം, ദാവീദ് രാജാവ് ഇസ്രായേലിന്റെയും ജൂദായുടെയും രാജാവായിട്ട് തീർന്ന അവസരത്തിൽ, തീരുന്ന അവസരത്തിൽ 2 സാമൂഹിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം, 2 സാമൂഹിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. ഈ അവസരത്തിൽ എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് രാജാവ് എന്ത് ചെയ്തു? ആദ്യം ചെയ്യുന്നത് ജെറുസലേം എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജെബുസയറുടെ കൈകളിൽ ഉണ്ടായിരുന്ന, ജെബുസയർ എന്ന് പറയുന്ന ഒരു വിഭാഗം വിജാതിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പട്ടണമായിരുന്ന ജെറുസലേം അദ്ദേഹം പിടിച്ചെടുത്ത് അവിടെ തന്റെ ക്യാപിറ്റൽ സിറ്റി പണിയിച്ചു. ആ ക്യാപിറ്റൽ സിറ്റിയിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് ദേവാലയം. ക്യാപിറ്റൽ സിറ്റിയിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് ദേവാലയം, അല്ലെ? നമ്മുടെ നാട്ടിലെ ക്യാപിറ്റൽ സിറ്റി ഉണ്ട്, അല്ലെ? അവിടെ കഴിഞ്ഞ ഇടയില് പാർലമെന്റ് മന്ദിരം പണിതു. എത്ര രൂപയായി, എത്ര കോടിയായി, അല്ലെ? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. പക്ഷേ പഴയ കാലത്ത് ദാവീദ് രാജാവ് തന്റെ രാജ്യം, 2 രാജ്യങ്ങളും ഇസ്രായേലിന്റെയും ജൂദായുടെയും രാജാവായിട്ട് തീർന്ന അവസരത്തിൽ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു സ്ഥലമായിരുന്നു
നമ്മുടെ ജെറൂസലേം. അവിടെയാണ് ദേവാലയം പണിത്. എന്തിനാണെന്നറിയാമോ? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കണം. അതെന്താ 12 മുതലുള്ള വാക്യങ്ങള് ദാവീദിന് കൊടുക്കുന്ന അൺകണ്ടീഷണൽ കവനന്റ്. അതായത് ഒരു വിധത്തിൽ ഒരു കണ്ടീഷനും അറ്റാച്ച് ചെയ്യാത്ത ഒരു ഉടമ്പടി. ആ ഉടമ്പടി ഇപ്രകാരമാണ്: നിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ, ദാവീദിനോട് പറയുകയാണ്, നിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ എന്നാ നീ പിതാക്കന്മാരോട് ചേർന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു ഔരസപുത്രനെ ഉയർത്തും. അവൻ എനിക്ക് വേണ്ടി ഒരാലയം പണിയും. അവന്റെ രാജ്യം ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. ഈ 2 വാക്യങ്ങളാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവൻ എനിക്ക് വേണ്ടി ഒരാലയം പണിയും, അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. ദാവീദ് രാജാവിന്റെ രാജ്യം സുസ്ഥിരമാകണമെന്നുണ്ടെങ്കിൽ, ജൂദാദേശം സുസ്ഥിരമാകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ആ ദേശത്ത്, അതേ സ്ഥലത്ത് എന്തു വേണം? ദേവാലയം വേണം. കണ്ടോ? ആരംഭകാലത്ത് ജെറുസലേം ദേവാലയത്തിന്റെ പ്രത്യേകതയാണ് ഇത് കാണുന്നത്. ഒരു രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് അത്യാവശ്യം വേണ്ടത് ജെറുസലേം ദേവാലയമാണ്. ആ ദേവാലയത്തോടുള്ള ബന്ധമാണ് ഒരു രാജ്യത്തെ നിലനിർത്തുന്നത്. ആ ബന്ധമില്ല എങ്കിൽ രാജ്യം തകർന്നു പോകും. ഇതാണ് പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. 7 മണിയായി. ഈ 7 മണി സമയം കൊണ്ട് നമ്മൾ കണ്ട 2 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്, അല്ലെ? മനസ്സിലായല്ലോ? ഇനി അരമണിക്കൂറും കൂടുണ്ട്. ഇനി പ്രവാചകന്മാരിലേക്ക് കയറുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആരംഭത്തിൽ കണ്ടത് നമ്മൾ എങ്ങനെയാണ് ഈ ദേവാലയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്രായേലിലേക്ക് വന്നത്. രണ്ടാമത് ആദ്യകാലത്ത് ദേവാലയം എന്ന് പറയുന്ന കൺസെപ്റ്റ്, സിഗുറാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ദേവാലയം, ദൈവത്തിന്റെ സാന്നിധ്യം, അത് എങ്ങനെയാണ് കടന്നു വന്നിരിക്കുന്നത്. വാഗ്ദാന ദേശം ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് തീരുന്ന സാഹചര്യം എങ്ങനെയാണ്. മൂന്നാമത് നമ്മൾ കണ്ടു ദൈവത്തിന്റെ സാന്നിധ്യത്തെ എന്തുകൊണ്ടാണ് ജെറൂസലേം എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഒതുക്കി നിർത്തിയിരിക്കുന്നതാണോ അതോ അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണോ? ജെറൂസലേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഈ ദേവാലയത്തിന്റെ പ്രാധാന്യം. ദേവാലയത്തിന്റെ ദാവീദ് രാജാവിന് കൊടുക്കുന്ന അൺകണ്ടീഷണൽ കവനന്റ്, അതായത് ദേവാലയം ഉള്ളിടത്തോളം കാലം ശ്രദ്ധിച്ചോണം, ദേവാലയം ഉള്ളിടത്തോളം കാലം ഈ നിന്റെ രാജ്യത്വം ഉണ്ടാകും, ജൂദാദേശം ഉണ്ടാകും. ദേവാലയം ഇല്ല എങ്കിൽ ജൂദാദേശം ഉണ്ടാവുകയില്ല. മനസ്സിലായോ? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ആർക്കെങ്കിലും എവിടെങ്കിലും? ഓക്കെ, നമുക്ക് തുടങ്ങാം, അല്ലെ? മൂന്നാമത്തെ സെക്ഷനിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ വരാം, ഒറ്റ സെക്കൻഡ്. തുടങ്ങിക്കോ. ഓക്കെ. ഞാൻ പോയ മാത്രയിൽ ആരോടൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് തുറന്നു വെച്ചിട്ട് സംസാരിച്ചു. ഓക്കെ, യെസ്. മൂന്നാമത്തെ സെഷനിലേക്ക് ഇപ്പം പറഞ്ഞു നിർത്തിയത് ഇതാണ്: ദേവാലയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് രാജ്യത്വം നിലനിൽക്കുകയുള്ളൂ. ദേവാലയം ഇല്ല എങ്കിൽ രാജ്യത്വം ഉണ്ടാവുകയില്ല. ഇനി ദേവാലയത്തോടുള്ള രാജാവിന്റെ ബന്ധമാണ്, അല്ലെങ്കിൽ വ്യക്തിയുടെ ബന്ധമാണ് ആ അല്ലെങ്കിൽ ആ വാഗ്ദാന ദേശത്തെ ധന്യമാക്കിയെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ
പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളില് ദേവാലയത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് തരുന്നത്. നമുക്കറിയാം, പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് അല്ലെങ്കിൽ നമ്മുടെ എന്നാ ഫോർമർ പ്രൊഫറ്റിക് ബുക്സ്, ആദ്യകാല പ്രവാചകന്മാരെന്നും പിൽക്കാല പ്രവാചകന്മാരെന്നുമുള്ള രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യകാല പ്രവാചകന്മാരുടെ ഭാഗമാണ് നമ്മള് നമ്മൾ കാണുന്ന പിന്നെ ജോഷുവയുടെ പുസ്തകം മുതലുള്ള ഭാഗം. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും തന്നെ ദേവാലയത്തെ കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് മുഴുവനും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ദേവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ യാത്ര അവസാനിക്കുന്നത് ബലിയർപ്പണത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന യാത്ര എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് കർത്താവിന് വേണ്ടി ബലി അർപ്പിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കണം എന്ന് പറയുന്നതിലൂടെയാണ്. അതിന്റെ സമാപനമാണ് വാഗ്ദാന ദേശത്ത് ഇസ്രായേൽ ജനം വന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുന്നതായി ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ സമാപന വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ സമാപനമായ ജോഷുവയുടെ പുസ്തകം, പുറപ്പാടിന്റെ സമാപനമായ ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് പ്രവേശിച്ച് അവർക്ക് വസ്തുക്കളും അതുപോലെ തന്നെ സ്ഥലങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് പരമമായ ഒരു ബലി അർപ്പിക്കുന്നു. അത് ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, എന്നാൽ പുറപ്പാട് പുസ്തകത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദേവാലയമാണ്. ആ ദേവാലയം പണിയപ്പെടുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിലാണ്. ദൈവമായ കർത്താവ് പുറപ്പാട് പുസ്തകത്തിൽ, അതായത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ജനത്തിന്റെ മധ്യേ വസിക്കാൻ എനിക്കൊരു ആലയം പണിയുക എന്ന് പറയുന്ന ആ ഭാഗം പൂർത്തീകരിക്കപ്പെടുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ സോളമൻ രാജാവ് പണിയെഴിപ്പിക്കുന്ന ദേവാലയത്തിലൂടെയാണ്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഈ യാത്രയാണ്. യാത്ര ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന ദേശത്തേക്ക് ദേവാലയം പണിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അത് മനസ്സിലായല്ലോ? ഇനി അടുത്തു വരുന്ന ഭാഗം എന്ന് പറയുന്നത്, ദേവാലയം പണിത് കഴിഞ്ഞപ്പോഴാണ് കശപിശ ഉണ്ടാകുന്നത്. സോളമൻ രാജാവിന്റെ ഭരണകാലത്തിന് ശേഷം അവിടെ കശപിശ ഉണ്ടാകുന്നു. സോളമൻ രാജാവിന്റെ പുത്രനായ റഹോബോവാം എന്ന് പറയുന്ന രാജാവ് കടന്നു വരുന്നു. റഹോബോവാമിനോട് ആളുകൾ ചോദിക്കുന്നു, റഹോബോവാം ആളുകളോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ പിന്നെ പുതിയ ഭരണം നടത്തണം എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, പ്രായം ചെന്ന ആളുകൾ പറഞ്ഞു, എന്റെ രാജാവേ, അങ്ങയുടെ പിതാവ് ഒത്തിരി ടാക്സ് വെച്ചായിരുന്നു, അങ്ങ് ടാക്സ് ഒന്നും അത് വർദ്ധിപ്പിക്കരുത്. നമ്മുടെ മോദി ചെയ്തതുപോലെ 28 GST ഉള്ളതിലേക്ക് എല്ലാത്തിലും 18 GST ആക്കി കുറച്ചു, അല്ലെ, പുതിയ ഇലക്ഷന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അടിച്ചു പൊളിച്ച് അങ്ങനെ നടക്കണം, അതുപോലെ തന്നെ ആളുകളെ ഒന്ന് പിഴിയണം, നന്നായിട്ട് പണം പിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ ചെറുപ്പക്കാരുടെ ആവശ്യം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് പാരലായിട്ട് ഒരു സമൂഹം കടന്നു വരുന്ന ജെറോബോവാം എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? അദ്ദേഹം ഒരൊറ്റ പ്രസ്താവന നടത്തി. ഈ ആ പ്രസ്താവന ഇതാണ്: ഞങ്ങൾക്ക് ദാവീദിന്റെ ടെന്റുമായിട്ട്, ദാവീദിന്റെ കൂടാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ദാവീദിന്റെ കൂടാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ് ദാവീദിന്റെ കൂടാരം? എന്താണ്? ദേവാലയമാണ്. ആ ദേവാലയവുമായിട്ട് ജെറോബോവാം എന്ന് പറയുന്ന രാജാവിന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട 10 ഗോത്രക്കാര് ഇതാ പോകുന്നു വേറെ വഴിക്ക്.
അങ്ങനെയാണ് ഇസ്രായേലിലെ ഡിവിഷൻ കടന്നു വരുന്നത്. അപ്പോൾ യഥാർത്ഥ ഡിവിഷൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചരിത്ര പശ്ചാത്തലം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, യഥാർത്ഥ ഡിവിഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും വിശുദ്ധ ഗ്രന്ഥകാരൻ കൊണ്ടുവയ്ക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് ദേവാലയത്തോട് ജനം കൂറു പുലർത്തിയില്ല, അതിനാൽ അവരിതാ വേറെ ഒരു ജനമായിട്ട് മാറി. അത് മാത്രമല്ല ചെയ്തത്, ജെറോബോവാം എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്തെന്നറിയാമോ? ഒരൊറ്റ കുഞ്ഞുങ്ങളെയും സോളമൻ രാജാവ് പണിയെടുപ്പിച്ച ജൂദാദേശത്തുള്ള ദേവാലയത്തിലേക്ക് വിട്ടില്ല എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ള ഒരു കാര്യം. ഒരൊറ്റ കുഞ്ഞുങ്ങളെയും അങ്ങോട്ടേക്ക് വിട്ടില്ല. മറിച്ച് അദ്ദേഹം വീണ്ടും അത് മാത്രമല്ല ചെയ്തത്, ആ ജനത്തെ അവിടെയുള്ള ജെറുസലേം ദേവാലയത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് ബഥേലിലും ദാൻ എന്ന് പറയുന്ന ദേശത്തും ജെറോബോവാം പല ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ബിംബാരാധന കടന്നു വരുന്നു. നോക്കിക്കേ, ഏകദൈവത്തെ മറന്ന് കർത്താവിന്റെ ആലയത്തോട് വിശ്വസ്തത പുലർത്താതെ ആ ആലയത്തിനെതിരായി ബിംബങ്ങളെ ആരാധിക്കുമ്പോൾ തുടങ്ങുകയാണ് ഇസ്രായേലിന്റെ ശാപം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ അസീറിയ എന്ന് പറയുന്ന ദേശത്തിന് അടിമപ്പെടാൻ ഇടയായത്. അപ്പൊ നോക്കണം, ദേവാലയത്തിനോട് മറുതലിച്ചു നിന്നപ്പോൾ ജനത്തിന് ഉണ്ടാകുന്ന അനുഭവം അസീറിയ എന്ന് പറയുന്ന ദേശത്തിന്റെ കീഴെ പോയി പാർക്കാനും അവരുടെ അടിമത്തം സ്വീകരിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഇസ്രായേൽ ജനത്തിന്റെ ഈ ജീവിത സാഹചര്യത്തെ കൊണ്ടാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് സെൻട്രാലിറ്റി, ദേവാലയത്തിന്റെ സെൻട്രാലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ഇസ്രായേൽ ജനത്തിന് നാശം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ആമോസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയും മറ്റു പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെയും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്ന ഭാഗമാണ് 1-ാമത്തെ അധ്യായം മുതൽ 1-ഉം 2-ഉം അധ്യായങ്ങൾ കാണുന്നത്. ആമോസിന്റെ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങള് ഓരോ ദേശക്കാർക്കും ദൈവമായ കർത്താവ് ശാപങ്ങൾ കൊടുക്കുക, അവരുടെ പ്രവർത്തികൾക്കനുസൃതം അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. മോവാബ് ദേശത്തുകാരെ ശിക്ഷിക്കുന്നു, അമ്മോന്യരെ ശിക്ഷിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ഏദോമ്യരെ ശിക്ഷിക്കുന്നു. അങ്ങനെ പല ആളുകളെയും ശിക്ഷിക്കുന്ന ദൈവമായിട്ടാണ് കാണുന്നത്. ഇസ്രായേലിന്റെ പാപത്തെ എടുത്ത് കാണിക്കുക, ഇസ്രായേലിന്റെ പാപത്തെ എടുത്ത് കാണിക്കുകയാണ്. എന്താണ് പാപം? ഏകദൈവത്തെ മറന്നതുകൊണ്ട്, ദേവാലയവുമായിട്ട് ബന്ധമില്ലാതെ പോയത് കൊണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ദേവാലയത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ട് ഉണ്ടായ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അവന്റെ മൊറാലിറ്റി നഷ്ടപ്പെട്ടു. ഒരുത്തരെ മൊറാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ദേവാലയമാണ്. ഏശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതാ, കർത്താവിന്റെ മല സ്ഥിതി ചെയ്യുന്ന പർവ്വതം, ജെറുസലേം പർവ്വതം എല്ലാ മലകൾക്കും ഉയർന്നു നിൽക്കും, എല്ലാ ദേശങ്ങളും അവിടേക്ക് കടന്നു വരും. എന്നിട്ട് പറയുകയാണ്, അവിടെയാണ് സമാധാനം കടന്നു വരുന്നത്, നിയമം കടന്നു വരുന്നത് അവിടെയാണ്, മൊറാലിറ്റി കടന്നു വരുന്നത് അവിടെയാണ്. അപ്പൊ നോക്കിക്കോണം, മൊറാലിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആമോസ് പ്രവാചകൻ പറയുന്നത്, ഒരു വ്യക്തിയുടെ മൊറാലിറ്റി. അതുകൊണ്ടാണ് 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദരിദ്രന്റെ തല പൂഴി ഇട്ട് ചവിട്ടി അരയ്ക്കുകയും ഒരു ജോഡി ചെരുപ്പിനു വേണ്ടി സാധുക്കളെ വിൽക്കുകയും അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിച്ച് എന്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ദേവാലയത്തിന്റെ സെൻട്രാലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ മൊറാലിറ്റി നഷ്ടപ്പെടും,
ആ മൊറാലിറ്റി നഷ്ടപ്പെട്ടാൽ ഇസ്രായേൽ ജനത്തിന് ശാപമുണ്ടാകും. അതാണ് ഇസ്രായേലിന്റെ പതനത്തിന് കാരണമായിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ആമോസിന്റെ പുസ്തകം. ക്ലിയർ ആയോ? ഇനി ഈ ആമോസിന്റെ പുസ്തകത്തിൽ തന്നെ പ്രവാചകൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: ദേവാലയത്തിലേക്ക് തിരിച്ചു വരണം, ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം. അല്ലാതെ പറ്റില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കും സോളമൻ രാജാവ് പണിയെടുപ്പിച്ച ദേവാലയം അത്രയ്ക്കും വളരെ ശ്രേഷ്ഠമായ ദേവാലയമായിരുന്നു, ജെറുസലേമെ ദേവാലയത്തില് ഏകദൈവ വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളെന്നൊക്കെ വിചാരിക്കും. അതൊന്നുമല്ല. ആരംഭകാലത്ത്, പ്രത്യേകിച്ച് എന്നാ എന്നാ ആരംഭകാലത്ത് പ്രത്യേകിച്ച് സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിലും തുടർന്നുള്ള കാലഘട്ടത്തിലും ഒക്കെ ഈ ദേവാലയത്തിൽ പോലും ബഹുദൈവാരാധന ഉണ്ടായിരുന്നു. ഈ ദേവാലയത്തെ, ജെറുസലേം ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന കുറെ പ്രവാചകന്മാരെ രാജാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് ഈ ദേവാലയത്തെ വിശുദ്ധീകരിച്ച കാരണം ആ രാജാവിന്റെ അപ്പൻ ആഹാസ് എന്ന് പറയുന്ന രാജാവ് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ അസീറിയക്കാരുടെ വിഗ്രഹങ്ങൾ കൊണ്ട് വെച്ച മനുഷ്യനാണ്. അങ്ങനെ ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് കാനാന്യരുടെ ദേവന്മാരെ പോലും, നെഹുസ്താൻ എന്ന് പറയുന്ന കാനാന്യ ദേവനെ പോലും അവിടെ നിന്ന് എടുത്ത് പുറന്തള്ളിയതായിട്ടൊക്കെ വിശുദ്ധഗ്രന്ഥത്തിൽ നിങ്ങൾ വായിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ദേവാലയത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പ്രവാചകന്മാർ പറയുന്നത്. ഇങ്ങനെ ബഹുദൈവ വിശ്വാസമുള്ളതല്ല ദേവാലയം, ഏകദൈവത്തിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനമാണ് ദേവാലയം നമുക്ക് നൽകുന്നത്. അതാണ് ആമോസ് പറയുന്നത്. അപ്പൊ ദേവാലയത്തോട് ബന്ധമില്ല എങ്കിൽ മൊറാലിറ്റി നഷ്ടപ്പെടും. ആ മൊറാലിറ്റി നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ശാപമായിരിക്കും. ആ ശാപം ഉണ്ടാകാതിരിക്കാൻ ദേവാലയത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആമോസ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? രണ്ടാമതായിട്ട് ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുന്നു നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ അവസാന നാളുകളിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഐ വിൽ റൈസ് അപ്പ് ദ ബൂത്ത് ഓഫ് ഡേവിഡ്. ദാവീദ് രാജാവിന്റെ തകർന്നുപോയ കൊട്ടാരം, അല്ലെങ്കിൽ തകർന്നുപോയ ടെന്റ്, കൂടാരം ഞാൻ പടുത്തുയർത്തും. തകർന്നുപോയ കൂടാരം പടുത്തുയർത്തും. എന്താ തകർന്നുപോയ കൂടാരം ഏതാണെന്നറിയാവോ? ജെറോബോവാം രാജാവ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആ ദാവീദ് രാജാവിന്റെ കൂടാരത്തോട് ഇനിയൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി അങ്ങനെ തകർന്നു പോയ ദാവീദ് രാജാവിന്റെ കൂടാരമായ ജെറൂസലേം ദേവാലയം പുനരുദ്ധരിക്കും. ആ ദേവാലയത്തിലേക്ക് എല്ലാവരും കടന്നു വരും. ഇതാണ് ആമോസിന്റെ പുസ്തകത്തിലെ ദേവാലയ സങ്കല്പം എന്ന് പറയുക. ക്ലിയർ ആയോ? ആയി. ഒരാൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഹോസിയയുടെ പുസ്തകത്തിൽ നല്ല രസമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ എല്ലാ പ്രവാചകന്മാരുടെ പുസ്തകവും അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഏകദൈവ വിശ്വാസവും അതുപോലെ തന്നെ ദേവാലയത്തെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെയാണ്. ഹോസിയയുടെ പുസ്തകത്തിലെ ആരംഭത്തിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്, ഹോസിയ പ്രവാചകൻ ഒരു വേശ്യ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ഗോമർ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ഗോമർ എന്ന് പറയുന്ന സ്ത്രീയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് ആണ് കേട്ടോ. അത് ഒറിജിനൽ അല്ല. ഹോസിയയുടെ ഭാര്യയുടെ പേരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോമർ എന്നായിരുന്നു എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അവർക്ക് വേറെ ഭാര്യമാര് കാണുമായിരിക്കും, നമ്മളായിട്ട് എന്തിനാ ഒരു ഭാര്യയും കൂടെ കൊടുക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ഗോമർ എന്ന് പറയുന്ന സ്ത്രീയെ, വേശ്യ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറയുന്നു. അവളിലൂടെ 3 മക്കൾ കടന്നു വരുന്നു. ജസ്രയേൽ തവിടുപൊടിയാക്കും. ലോ റുഹുമ, എനിക്ക് അവനോട് കരുണ കാണത്തില്ല. ലോ അമ്മി, അവൻ എന്റെ പുത്രനല്ല. ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് ബഹുദൈവ വിശ്വാസം മൂലം ഇസ്രായേൽ ജനത്തെ തകർത്ത് കളയും എന്ന് പറയുന്ന രംഗമാണ് ഹോസിയയുടെ പുസ്തകത്തിൽ പറയുന്നത്. ഉണ്ടോ?
തകർത്ത് കളയും. എന്നിട്ട് പറയുകയാണ് ഇസ്രായേൽ ജനം ഒരു കാലഘട്ടത്തിൽ ഏഹ്, ഇനി 3-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഹോസിയ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഒന്നുകിൽ നിങ്ങൾ എഴുതി വെക്കണം അല്ലെങ്കിൽ മറിച്ച് നോക്കണം കേട്ടോ. ഹോസിയ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, ദേ ഈ ജനം ഇസ്രായേൽ ജനം ഒരു കാലത്ത് രാജാക്കന്മാരില്ലാത്ത കാലഘട്ടം ഉണ്ടാകും, ബലിപീഠമില്ലാത്ത സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഏഫോദ്, അതായത് പുരോഹിതർ അണിയുന്ന തിരുവസ്ത്രമായ ഏഫോദ് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ തെറാഫീം എന്ന് പറയുന്ന പിന്നെ ദേവന്മാരില്ലാത്ത കാലഘട്ടം ഉണ്ടായി. ഇങ്ങനെ പിന്നെ ദേശം രാജാക്കന്മാരോ പ്രവാചകന്മാരോ പുരോഹിതന്മാരോ ദേവാലയമോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം ഇസ്രായേലിന്റെ പാപത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നീ അടുത്ത വാക്യം കേട്ടോളൂ, 5-ാമത്തെ വാക്യം, എന്നാൽ ഇവ കർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. എന്നിട്ട് അവർ നോക്കുന്നത് എന്താണ്? ഏകദൈവമായ കർത്താവിനെ അവർ അന്വേഷിക്കും. ഏകദൈവമായ കർത്താവ്. ഒരു കാലത്ത് അവര് ദൈവത്തെ മറന്നുപോയി, മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയി, അവർക്ക് പലതും നഷ്ടപ്പെട്ടു, സമൃദ്ധിയും ദേവാലയം ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി അവര് തിരിച്ചു വന്ന് ഏകദൈവത്തെ ആരാധിക്കുകയും അതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്ന രാജാവിനെ അന്വേഷിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പൊ ദാവീദ് എന്ന് പറയുന്ന രാജാവിലൂടെയാണ് ദേവാലയത്തിന്റെ മഹത്വം കിടക്കുന്നത്, ദേവാലയം കിടക്കുന്നത്. ദേവാലയം ഉണ്ടെങ്കിൽ മാത്രമേ ദാവീദ് രാജാവിന് അസ്തിത്വം ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് വീണ്ടും അവിടെ പറയുകയാണ്, ഇസ്രായേല് വഴിവിട്ടു പോകാൻ കാരണം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയതിനാലാണ് എന്ന് പ്രവാചകനായ ഹോസിയ പറയുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വരിക. ഇനി 3-ാമത്തെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത് നമുക്കിനി 10 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് തീരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ആ 10 മിനിറ്റിനുള്ളില് പല കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഫ്രഷായിട്ട് പോകും കേട്ടോ. നമ്മളിനി കാണാൻ പോകുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആ ഭാഗത്ത് സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അതായത് ദാവീദ് രാജാവിനോട് പറയുകയാണ്, നിന്റെ ദിനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ, നീ പിതാക്കന്മാരോട് ചേരുമ്പോൾ ഞാൻ ഒരു ഔരസപുത്രനെ ഉയർത്തും, അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇതാണ് ദാവീദ് രാജാവിനോട് പറഞ്ഞ അനുഗ്രഹം. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, ദാവീദ് രാജാവിന്റെ കാലഘട്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാവീദിന്റെ രാജ്യത്വം ഉള്ളത്തോടത്തോളം കാലം അതുപോലെ തന്നെ ദേവാലയം ഉണ്ടാകും. ദേവാലയം ഇല്ലെങ്കിൽ രാജ്യത്വമില്ല. അതുകൊണ്ട് രാജ്യത്വം നിർണയിക്കുന്നത് ദേവാലയമാണ്. രാജ്യത്വം നിർണയിക്കുന്നത്, കാരണം അവിടെ ആരാ രാജാവ്? യഥാർത്ഥ രാജാവ് ദൈവമാണ്. ദൈവം വസിക്കുന്ന ദേവാലയത്തിൽ മാത്രമാണ് രാജ്യത്വം നിർണയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എസെക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇസ്രായേൽ ജനം പറയുന്നു, ഇസ്രായേൽ ജനത്തിന് ജൂദാദേശത്തിന് രാജാക്കന്മാരുണ്ടായി. ഒറ്റ രാജാവാണ്, ഒറ്റൊരു ഡിനാസ്റ്റി മാത്രമേ ഉള്ളൂ ജൂദാദേശത്തിന്. ആ ഡിനാസ്റ്റിയാണ് നമ്മുടെ ദാവീദ് രാജാവിന്റെ ഡിനാസ്റ്റി. ദാവീദ് രാജാവ്, അദ്ദേഹത്തിന്റെ പുത്രൻ സോളമൻ, അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ റഹോബോവാം, അതിനുശേഷം ആസ, അബിയ, ജോസഫാത്ത്, ജോറാം, ജോവാഷ്, ആഹാസ്, ഉസിയ, ജോധാം, ആഹാസ്, ഹെസക്കിയ, പിന്നെ ജോസിയ, എസക്കിയക്ക് ശേഷം മനാസെ, അമോൻ, ജോസിയ, യഹോയാക്കിൻ, സെദക്കിയ. ഇത്രയും രാജാക്കന്മാരാണ് ജൂദാദേശത്തെ ഭരിച്ചിരുന്ന ഒരൊറ്റ ശൃംഖലയിലുള്ള രാജാക്കന്മാർ. അതുകൊണ്ടാണ് അതിനെ രാജവംശം എന്ന് വിശേഷിപ്പിക്കുക. ദാവീദ് രാജാവിന്റെ രാജവംശം.
സെദക്കിയ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ, ശ്രദ്ധിച്ചോണേ, സെദക്കിയ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തോടുകൂടി രാജത്വം അവസാനിച്ചു. സെദക്കിയ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അറിയാമോ? 587 BC-യില് ബാബിലോൺ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, ജെറുസലേം ആക്രമിക്കാൻ വേണ്ടി ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ വന്നപ്പോൾ ഏദോമ്യര് അദ്ദേഹം ഈ സെദക്കിയായെ ഒറ്റിക്കൊടുത്തിട്ട് പറയുകയാണ്, ദാ പോകുന്നു യൂദായുടെ രാജാവ്. ഇത് കേട്ട മാത്രയിൽ, ഏദോമ്യര് പറയുന്ന ഈ വാക്യം കേട്ട മാത്രയിൽ സെദക്കിയ രാജാവിനെ ഈ ഈ ബാബിലോൺ രാജാവ് ഓടിച്ചിട്ട് പിടിച്ചു. ജെറീക്കോയിൽ പോയി അദ്ദേഹത്തെ പിടിച്ച് കൈ രണ്ടും പുറയിൽ കെട്ടി കണ്ണ് ചുഴിഞ്ഞെടുത്ത് ബാബിലോണിലേക്ക് നാട് കടത്തി. ആ സെക്കൻഡിൽ, അതേ സെക്കൻഡിൽ ദാവീദ് സെദക്കിയ രാജാവിന്റെ രാജ്യത്വം അവസാനിച്ച അതേ സെക്കൻഡിൽ നോക്കിക്കേ, ജെറുസലേം ദേവാലയം നിലം പതിച്ചു. ഉണ്ടോ? ദേവാലയത്തിന്റെ നാശവും സെദക്കിയ രാജാവിന്റെ അറസ്റ്റും ഒരുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ന് ഒക്കെ രാജ്യത്വം നിലനിൽക്കുന്നുവോ അന്നൊക്കെ ദേവാലയം നിൽക്കും. എന്നൊക്കെ രാജ്യത്വം ഇല്ലാതായിത്തീരുന്നുവോ അന്ന് ദേവാലയം ഇല്ലാതായിട്ട് തീരും. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചോണം, എന്നാൽ വിശുദ്ധ ഗ്രന്ഥം മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. 11-ാം അധ്യായം, എസെക്കിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, 18 അല്ലെങ്കിൽ 15-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ദേവാലയമായിട്ട് മാറും. കാരണം ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ട ഇസ്രായേൽ ജനത അവര് പോയപ്പോൾ അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് തന്നെ ദേവാലയമായിട്ട് മാറുകയാണ്. എങ്ങനെ മാറുന്നു എന്ന് എസെക്കിയേലിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് കേട്ടാൽ മതി. എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാദേശത്തിന്റെ കഠിനമായ പാപങ്ങളാണ്. ആ പാപങ്ങളിലൂടെ ജൂദാദേശം ദൈവത്തിന്റെ കോപത്തിന് വിധേയമായി. അങ്ങനെ ജൂദാദേശം ബാബിലോണിലേക്ക് എടുക്കപ്പെട്ടു. ബാബിലോണിലേക്ക് പോകുന്ന ഈ ജൂദാദേശത്ത് പോകുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വം, ദേവാലയത്തിലിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വാഗ്ദാന പേടകത്തിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ദേവാലയത്തിന്റെ അടിത്തറമേൽ വന്നു നിൽക്കുകയാണ്. അതാണ് 9-ാം അധ്യായം 3-ാം വാക്യം. വീണ്ടും 10-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും അടിത്തറമേൽ നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വം മെല്ലെ ഉയരുകയാണ് ചെയ്യുന്നത്. വാതിൽപ്പടിയിലേക്ക് പോകുന്നു. കാരണം ദൈവത്തിന്റെ മഹത്വം ദേവാലയം വിട്ടുപോവുകയാണ് ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് പോയപ്പോൾ. എന്നിട്ട് കേട്ടോളം, ബാബിലോണിലേക്ക് പോയപ്പോൾ ബാബിലോൺ ദൈവത്തിന്റെ മഹത്വം ദേവാലയം വിട്ടിങ്ങനെ പോകുന്നു. 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ഒലിവ് മലയിലേക്ക് പോകുന്നു. അതായത് ബാബിലോണിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനതയുടെ അതേ റൂട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ഈ ദേശത്ത് ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് ഞാൻ അവർക്ക് വേണ്ടി ഒരു ദേവാലയമായിട്ട് മാറും. കണ്ടോ? ഒരു ദേവാലയമായിട്ട് മാറും. അങ്ങനെ വാഗ്ദാന ദേശത്ത് നിന്ന് വെളിയിൽ പോയ ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തണലിൽ നിർത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത് തിരികെ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയ ദേവാലയം പുനഃസ്ഥാപിക്കുന്ന ദൈവത്തെയാണ് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. ഏശയ്യായുടെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിലും 63-ാമത്തെ അധ്യായത്തിലും 65-ാമത്തെ അധ്യായത്തിലും കാണുന്നത് നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തെ പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ്. മനസ്സിലായല്ലോ? നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തെ പുനഃസ്ഥാപിക്കുന്ന ചിത്രം. എങ്ങനെയാ പുനഃസ്ഥാപിക്കുന്നത്? കർത്താവ് ചുമ്മാ ഒന്ന് പുനഃസ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്. ബാബിലോണിലേക്ക് പ്രവാസങ്ങളായിട്ട് പോയ
ഇസ്രായേൽ സമൂഹത്തിന്റെ കൂടെ ബാബിലോണിലേക്ക് യാത്ര ചെയ്ത് അവരെ രൂപപ്പെടുത്തിയെടുത്ത് ഏക സത്യ വിശ്വാസത്തിൽ അവരെ ബന്ധിച്ച് തിരികെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെയാണ് ഈ ദേവാലയം പണികഴിപ്പിക്കുന്നത്. അതാണ് പുതിയ ദേവാലയം എന്ന് പറയുക. നോക്കിക്കേ, ദൈവത്തിന്റെ പ്രത്യേകത ഇതാക്കിയ ദേവാലയം എന്ന് പറയുന്നത് ഇതാണ്. ആ ദേവാലയത്തിന്റെ അനുഭവമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ നിഴലിൽ വസിച്ചിരുന്നവർക്ക് ആ പ്രകാശം ഉദയം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഈശോയാകുന്ന വ്യക്തിയെ വിജാതിരുടെ ഇടയിലേക്ക് അയച്ച് പാപത്തിന്റെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും അവരെ വിമുക്തരാക്കി യഥാർത്ഥ സത്യമാർഗം അവരെ പഠിപ്പിച്ച് തന്റെ ജീവൻ കൊടുത്ത് ശരീരം മുറിച്ചു കൊടുത്ത് ദേവാലയമാക്കി ജനത്തിന്റെ കൂടെ വസിക്കുക. അല്ലെ, നോക്കിക്കേ, ഈശോയുടെ ജനനത്തെ കുറിച്ച് എന്നാ പറയുന്നത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു. അല്ല, വസിച്ചു അല്ല, കൂടാരം അടിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു. അപ്പോ ഇപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ കണ്ട അതേ കൂടാരം, സാക്ഷ്യ കൂടാരം, ജനത്തോടൊപ്പം നിന്ന് കൂടാരമടിച്ച് അവരെ വിശുദ്ധീകരിച്ച്, ഉണ്ടോ, സമരിയക്കാരി സ്ത്രീയോടുള്ള സംഭാഷണം, അല്ലെ, അതൊക്കെ അവരെ വിശുദ്ധീകരിച്ച് ഏകസത്യദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിന്റെ ശരീരവും രക്തവും ഒക്കെ നൽകി കർത്താവ് ഈ ജനത്തെ രക്ഷിച്ച് ഒരു പുതിയ ദേവാലയമാക്കി മാറ്റി. ആ ദേവാലയമാണ് സഭ. ഉണ്ടോ, സഭയാകുന്ന ദേവാലയം. ആ സഭയിലേക്കാണ് കർത്താവിന്റെ ദർശനരക്തങ്ങളെ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ നിയമത്തിലെ ഈ കർത്താവിനെ അവതരിപ്പിക്കുന്നത്, സഭയെ അവതരിപ്പിക്കുന്നത്. എനിക്ക് തന്നിട്ടുള്ള സമയം സമാപിച്ചിരിക്കുന്നതിനാൽ ഞാൻ ഇവിടം കൊണ്ട് പണി അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കറക്റ്റ് 7:30 അല്ലേ? ആയില്ലേ? ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സഭ വരെ എത്തിച്ചേർത്തിരിക്കുകയാണ്. ഓക്കെ, സ്തുതിയായിരിക്കട്ടെ. ആരാണ് ചോദിക്കുന്നതെന്ന് കാണണം. എന്റെ പേര് യെസ്, ചോദിച്ചോളൂ. കേക്കത്തില്ല മോനെ, കേക്കത്തില്ല. എന്റെ പേര് ബെസ്റ്റിൻ എന്നാണ്. ഓക്കെ മോനെ. അച്ഛൻ പറഞ്ഞ കൂടുതൽ ഭാഗത്തിലും പഴയ നിയമത്തില് എന്താ പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിരുന്നത് ആ ദേവാലയത്തില് ആ പേടകം വെച്ചിരിക്കുന്ന വാഗ്ദാന പേടകം, അതാണ് ഇസ്രായേൽ ജനത്തിന്റെ ഒരു സെന്റർ ഓഫ് ഇത് ആയിട്ട് കൊടുത്തിരുന്നത്. മെയിനായിട്ട് നമ്മുടെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ക്രിസ്തു പറയുന്നു, ഞാനാണ് ദേവാലയം എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഞാൻ പറയുമ്പോൾ ശരിക്കും ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ അത് ക്രിസ്തുവാണ് ദേവാലയം ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മള് ഇപ്പോഴത്തെ നമ്മുടെ ദേവാലയങ്ങൾ പലതും നമ്മൾ ആ കൺസെപ്റ്റിൽ നിന്ന് ഒത്തിരി മാറിയിട്ടില്ലേ? മീൻസ് നമുക്ക് പലപ്പോഴും ക്രിസ്തുവാണ് ദേവാലയം എന്നുള്ള ഒരു ഫീല് നമുക്ക് ദേവാലയത്തിന് മുമ്പിൽ കിട്ടുന്നുണ്ടോ? അതാണ് എന്റെ ഒരു സംശയം. അപ്പൊ സഭ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് സഭ. ആ സഭയാണ് എന്ന് പറഞ്ഞ യഥാർത്ഥ ദേവാലയം. ഈശോയാണ് ദേവാലയം. ഈശോയാകുന്ന ദേവാലയത്തിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. ഈശോ അല്ലെ, ദേവാലയമുള്ള സ്ഥലത്ത് നമ്മൾ മാന്യം മര്യാദയായിട്ട് നടക്കും, നമ്മൾ പ്രവർത്തിക്കും, അല്ലേ? കർത്താവിന്റെ സാന്നിധ്യം ഉള്ളവന്റെ പഴയ നിയമത്തിലെ ഈ പ്രത്യേകിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 20-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 28-ാമത്തെ അധ്യായത്തിലും ഒക്കെ വായിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ മലയിലേക്ക് നീ പ്രവേശിക്കാൻ പാടില്ല, ദൂരെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. മോശയോട് പറയുക, കർത്താവിന്റെ മലയിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നീ ഓർത്ത് അഹറോനെ ഒക്കെ വിശുദ്ധീകരിച്ചതിന് ശേഷമേ കർത്താവിന്റെ മലയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. അത്രയ്ക്ക് പ്രാധാന്യമാണ് കർത്താവിന്റെ മലയ്ക്ക് ഇസ്രായേൽ ജനം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴ് മോശ തല മൂടിയിരുന്നു. ദൈവത്തിന്റെ നിശ്ചയായ രഹസ്യമാണത്.
ആ രഹസ്യത്തെ മനസ്സിലാക്കുന്ന തലമൂടി, എന്നിട്ട് ജനത്തോട് പറയുമ്പോൾ തല മൂടുപടം എടുത്ത് മാറ്റിയിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മുഖത്തോട് അത്രമാത്രം പ്രാധാന്യമുണ്ട ഒരു 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 ശുശ്രൂഷയാണ് യഥാർത്ഥത്തില് ഈ വിശുദ്ധ ദേവാലയത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവാലയത്തെ, സഭയാവുന്ന ദേവാലയത്തെ നമ്മളിപ്പോ കാണുന്നത് നിരൂപമായിട്ട് കാണുകയും അതിന് പല കാരണങ്ങളുണ്ട്, അല്ലേ? പല കാരണങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാം. അല്ല, ഇപ്പൊ അച്ഛൻ അല്ലെങ്കിൽ വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ബൈബിള് വായിക്കുന്ന ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഞായറാഴ്ച വരുമ്പോഴത്തേനും നമ്മളിതെല്ലാം മറന്ന് വേറൊരു ആ പള്ളി പുതുക്കി പണിയുന്നതും പള്ളിയാണ്, ആ ബിൽഡിംഗ് ആണ് സെന്റർ ഓഫ് എന്നുള്ള ഒരു ഇതിലോട്ട് പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ കുറ്റമായിട്ട് പറയല്ല, നമ്മള് പല പള്ളികളിൽ, വലിയ വലിയ പള്ളികളില് വിശുദ്ധന്മാരുടെ കബറിടങ്ങള് മധ്യത്തിൽ വെച്ചിട്ട് ആ കബറിടങ്ങൾ പോലും പള്ളിക്കകത്താണ്. എന്നിട്ട് അവിടെ നമ്മൾ മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നതല്ല, നമ്മൾ ഈ പഠിക്കുന്നതും ഇപ്പൊ അച്ഛൻ പറഞ്ഞ തിയോളജിയും ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ പോകുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ദേവാലയം നല്ല ദേവാലയം പണിയുമ്പോൾ നല്ലത് പണിയണം. കാരണം എന്നാ, സ്വർഗത്തിന്റെ പ്രതീകമാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് പണിയുമ്പോഴൊക്കെ നല്ലതൊക്കെ പണിയണം, അതൊക്കെ പറയാം. പിന്നെ നമ്മളുടെ മനോഭാവമാണ്, ദേവാലയത്തിലുള്ള നമ്മുടെ മനോഭാവമാണ് പ്രധാനപ്പെട്ടത്. ഏതിലാണ് നമ്മളെ വിശുദ്ധന്മാരുടെ കബറിടങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, ആയിക്കോട്ടെ, അവിടെയെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളുടെ ദൃഷ്ടി, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇസ്രായേൽ ജനം നടന്നു പോകുന്ന അവസരത്തിൽ സംഖ്യയുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, മേഘം ഉയരുന്നത് കാണുമ്പോൾ അവർ യാത്ര തുടങ്ങി. മേഘം എവിടെ തീർന്നുവോ അവിടെ യാത്ര അവസാനിച്ചു. അതുകൊണ്ട് അവരുടെ കണ്ണുകൾ ഒരിക്കലും അങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം അവർ മേഘത്തെ നോക്കി നടക്കുകയായിരുന്നു. വേറെ ആരുമില്ല അവിടെ വിളിച്ചു പറയാൻ, എടാ മേഘം ഉയർന്നു, എല്ലാവരും നിർത്തിക്കൂ എന്ന് പറയാൻ ആരുമില്ല. എല്ലാ ജനത്തിന്റെയും കണ്ണ് ദേവാലയത്തിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കായിരുന്നു. നമ്മളുടെ കണ്ണുകൾ ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോയാൽ മതി, ബാക്കി അവിടെ കിടക്കുന്നവർ അവിടെ കിടന്നോട്ടെ. കേട്ടോ, അതാണ് നമ്മുടെ അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം, നമ്മുടെ കണ്ണുകൾ ദേവാലയത്തിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോവുക. അവിടെ കിടക്കുന്നവർ കിടക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, കേൾക്കുന്നവർ പറയുന്നത് പറയട്ടെ, ഒന്നുമല്ല, ദൈവ സാന്നിധ്യത്തിലേക്ക് കണ്ണുകൾ കൊണ്ടുപോവുക. താങ്ക് യു ബെസ്റ്റ്. ഓക്കെ, അടുത്തത് അടുത്തതിലേക്ക്. ആരും ചോദിക്കുന്നതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിച്ചോട്ടെ? ഒന്നല്ല, രണ്ടെണ്ണം ചോദിക്കും. ഓക്കെ. ഇല്ല, ഇതൊരു ചോദ്യമാണ്. എന്താ, ഞാനിപ്പം പള്ളി അറ്റൻഡ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ കാത്തലിക്സ് ചർച്ചാണ് മെയിൻ ആയിട്ട്. പ്രീസ്റ്റ് അതാണ്, ജെസ്യൂട്ട് അച്ഛന്മാരുടെയാണ്. അവിടെ ഷെയർ ചെയ്താണ് മലങ്കരക്കാരും സീറോ മലബാർക്കാരും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പം ഒരു 2 വർഷമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂക്രിസ്റ്റ് ഞാൻ ആ സ്ഥലത്തിനെ കുറ്റം പറയാനായിട്ടല്ല, ഞാൻ ആദ്യം സ്ഥലം പറയാൻ, എനിക്ക് അതിന്റെ ഒരു സാങ്കത്യമാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാല് നമ്മള് അച്ഛൻ കുർബാന കൊടുക്കുമ്പം ഇപ്പം അച്ഛന്മാരെ സഹായിക്കാനായിട്ട് യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് അൽമാരും ഉണ്ടല്ലോ കുർബാന കൊടുക്കാനായിട്ട്. അപ്പൊ കൊടുക്കുമ്പം കൊടുത്തു. ആദ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുർബാന, ബാക്കിയുള്ള കുർബാന കൊണ്ടുപോയി ഓൾട്ടറിൽ തന്നെ വെച്ചിട്ട് അവിടെ വെച്ചാണ് അച്ഛനത് പിന്നെ മെയിൻ ഇതിലോട്ട് ആക്കിയിട്ട് തിരിച്ചു വെക്കുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓൾട്ടറിന്റെ ലെഫ്റ്റ് സൈഡില്, മീൻസ് ഓൾട്ടറിനെ ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡില് അൽമാര നിൽക്കുന്നിടത്ത് തന്നെ ഒരു സൈഡിലായിട്ട് ഒരു മേശയിട്ട് അവിടെ യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഗ്ലാസും ഇതെല്ലാം കൊണ്ടുപോയി അവര് ക്ലീൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച് അത് ഒരു ഇതിലോട്ട് പുതിയതിലോട്ട് മാറ്റിയിട്ട് അവര് തന്നെ നമ്മളാ പിടിക്കുന്ന തട്ടമെല്ലാം ക്ലീൻ ചെയ്ത് അവര് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഓൾട്ടറിൽ കൊണ്ടുപോയി അച്ഛൻ്റെയിലോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ അത് കണ്ടത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അച്ഛന് പാലായിലും ലാലമ്പള്ളി അറിയാലോ, ലാലമ്പള്ളിയുടെ ഇടതുവശത്ത് നമ്മുടെ മാതാവിന്റെ ഫോട്ടോയും അവിടെ ഇത് നടക്കുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് യൂക്രിസ്റ്റ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, മീൻസ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂക്രിസ്റ്റ്
ഓൾട്ടറിൽ തന്നെ വെച്ച് ആരാധിക്കുന്നു. അവിടുന്ന് നമ്മൾ ഉത്ഥാനത്തിന്റെ ദിവസം നമ്മൾ താഴോട്ട് കൊണ്ട് ഇന്നുപോലും നമ്മൾ പ്രദക്ഷിണമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം ഞാനൊക്കെ പണ്ട് ഓൾട്ടർ ബോയ്സ് ആയിരുന്ന സമയത്ത് അച്ഛൻ കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ആ ചെയിൻ പോലുള്ളത് നമ്മൾ കറ്റയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ മിണ്ടുപോലില്ല. കൂട്ടത്തിൽ പോകുന്നവർ മിണ്ടുകയല്ല, നമ്മൾ തിരിഞ്ഞ തിരിച്ചു പിടിച്ചാൽ പോകുന്നത്. അപ്പൊ അത്രയും വിശുദ്ധമായിട്ട് നമ്മളെ സെന്റർ ഓഫ് ഇതെന്ന് പറയുന്നത് തന്നെ യൂക്രിസ്റ്റ് ആണ്. അപ്പൊ ആ സെന്ററായിട്ടിരിക്കുന്ന ഒരു അതിനെ ആ അച്ഛൻ ചെയ്യേണ്ടതിന് പകരം ഈ യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? അതെ, അതായത് നമ്മളത് പല സ്ഥലങ്ങളിൽ പല രീതിയിലായിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് നമ്മള് കുർബാന കൊടുക്കാനുള്ള അധികാരം യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സിനുണ്ട്. എന്നാൽ കുർബാന ബാക്കിയുള്ളതൊക്കെ പിന്നെ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ക്ലീൻ ചെയ്യാനും ഒക്കെയുള്ള അനുവാദം വൈദികർക്ക് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അത് ഓൾട്ടറിലാണ് ചെയ്യുന്നത്. ഓൾട്ടർ എന്ന് പറയുന്നത് കർത്താവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന സ്ഥലമാണ്. ആ ഓൾട്ടറില് വിശുദ്ധ കുർബാന അർപ്പിച്ച് അത് ഭക്ഷിച്ചതിന് ശേഷം അത് പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റിയതിനു ശേഷം പിന്നെ അടുത്ത ശുശ്രൂഷ നടക്കുന്നത് ഓൾട്ടറിന് ഇപ്പുറത്താണ്, അല്ലേ? അതാണ് ഓൾട്ടറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഇപ്പം മറ്റു സ്ഥലങ്ങളിൽ ഒക്കെ അറിയാമല്ലോ, വേറെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാ കുർബാന നടക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് കാര്യമില്ല. അവിടെ അത്രയും നടക്കുന്നുണ്ടല്ലോ ബസ്സിനെ, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം കേട്ടോ. അത്രയും നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് യൂക്രിസ്റ്റിനെ അവര് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവരെ ഓൾട്ടറിൽ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് ചെയ്തുകൂടെ? നമ്മള് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രവേശിക്കാൻ പാടില്ല. ഓൾട്ടറിൽ പ്രവേശിക്കാൻ പാടില്ല. ഓൾട്ടറിൽ ഇരിക്കുന്ന യൂക്രിസ്റ്റല്ലേ ഇതിൽ ഏറ്റവും അതിന്റെ യൂക്രിസ്റ്റിനെ നമ്മള് യൂക്രിസ്റ്റ് ഇല്ലെങ്കിൽ ഓൾട്ടറിന് യാതൊരു ബോധ്യമില്ലല്ലോ. അങ്ങനെയുള്ള ഈ ചോദ്യം ഈ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ ലിറ്റർജി പഠിപ്പിക്കുന്ന ആളല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന ആളാണ്. ബൈബിളിനകത്ത് ഇതൊന്നും പറയുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ലിറ്റർജിക്കാരോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതൊക്കെ ലിറ്റർജിക്കാരോട് ചോദിക്കും. അച്ഛാ, ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞാൻ സീറോ മലബാറും ലാറ്റിനും പിന്നെ മലങ്കര കുർബാനയും നടത്തുന്ന ഒരു പള്ളിയിൽ നിന്ന് വന്നതാണ്. അവിടെ യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് കൊടുക്കാറുണ്ട്. പക്ഷെ ഓൾട്ടറിലാണ് അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛന്മാരാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ 10,000-10,000 ആൾക്കാർ ചിലപ്പോൾ കുർബാനയ്ക്കുണ്ട്. പക്ഷെ അവിടെ ഈ യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് ജസ്റ്റ് സെർവ് ചെയ്യും, പിന്നെ യൂക്രിസ്റ്റ് അവിടെ കൊണ്ട് വെക്കും. മറ്റു അച്ഛന്മാരാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. മസ്കറ്റില് ഗാലാപ്പള്ളിയിലായിരുന്നു ഞാൻ പള്ളി പോയിക്കൊണ്ടിരുന്നത്. അവിടെ അങ്ങനെയൊന്നും നടക്കുന്നത്. ഈ ചോദ്യങ്ങളൊന്നും തന്നെ ഈ ഞാൻ പഠിപ്പിച്ച വിഷയവുമായിട്ട് ബന്ധമുള്ളതല്ല. ടെമ്പിൾ ഈസ് എ സെന്റർ ഓഫ് മാൻസ് ലൈഫ് എന്ന് പറയുന്ന പഴയതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അതിൽ നിന്നും ഈ ചോദ്യങ്ങള് ലിറ്റർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അമൽദേവ് ഏതാണ്ട് ചെയ്തല്ലോ കയ്യെ. അമൽദേവ്, ഞാൻ അച്ഛന്റെ പേപ്പർ ചുമ്മാ ഓടിച്ചു നോക്കി. കേക്കാവോ? പറഞ്ഞു. നമ്മൾ വായിക്കുന്നത് ഈ എലവേഷൻ ഓഫ് ജെറുസലം അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് വർഷിപ്പ് ഇൻ ജെറുസലം നടക്കുന്ന യഥാർത്ഥത്തിൽ ജോസിയയുടെ കാലത്തല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കാരണം ജോസിയാണല്ലോ ആദ്യമായിട്ട്. അതെ. അപ്പോ യഥാർത്ഥത്തില് ഈ നമ്മൾ ഈ പറയുന്ന ഈ സെൻട്രാലിറ്റി ഓഫ് ദി ടെമ്പിൾ ഇൻ ജെറുസലേം എന്ന് പറയുന്നത് ജോസിയാക്ക് ശേഷം വന്ന സംഭവമാണല്ലോ. ഇപ്പൊ ഈ ആമോസിലും അച്ഛൻ പറഞ്ഞ ആമോസ് ആണല്ലോ അച്ഛൻ കോട്ട് ചെയ്ത്. ആമോസ് എസെക്കിയേൽ ഇസ്രായേലിന്റെ പതനത്തിന് ശേഷം എഴുതിയതാണ്. എനിക്ക് ഓർമ്മയില്ല. എസെക്കിയേലും ജെറുസലേമിന്റെ യൂദായുടെ പതനത്തിന് ശേഷമാണ്. അപ്പൊ ഈ മൈനർ പ്രോഫറ്റ്സിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഈ ജെറുസലേം അതായത് പ്രവാചകന്മാരുടെ പുസ്തകമാണെങ്കിലും മറ്റു പുസ്തകങ്ങളാണെങ്കിലും പുസ്തകമാണെങ്കിൽ തന്നെയും ഇതെല്ലാം എഴുതപ്പെടുന്നത് ആ കറക്റ്റ് ജോസിയയുടെ കാലഘട്ടത്തിലല്ല
ജോസിയായുടെ പുസ്തകം എഴുതപ്പെടുന്നത്. സോളമന്റെ കാലഘട്ടത്തിലല്ല സോളമനെ കുറിച്ചുള്ള ആണ് എഴുതപ്പെടുന്നത്. ഇത് എഴുതപ്പെടുന്നത് എക്സീരിക്കും പോസ്റ്റ് എക്സീരി പ്രവാസ കാലത്തിനും അതിന്റെ ശേഷമാണ്. അപ്പോൾ ഈ ഐഡിയോളജി അവരുടെ മനസ്സിൽ കിടക്കുന്ന ഈ ഐഡിയോളജിയാണ്, ദേവാലയത്തെ കുറിച്ചുള്ള ഐഡിയോളജിയാണ് ഈ പുസ്തകങ്ങളിലൊക്കെ പ്രതിഫലിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ തന്നെ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏശയ്യായുടെ പുസ്തകം 66 അധ്യായങ്ങളുള്ള ഏശയ്യായുടെ പുസ്തകം അതിന്റെ ഫൈനൽ കോമ്പിനേഷൻ നടന്നിരിക്കുന്നത് 300 BC-യിലാണ്. 300 BC-യിൽ. മനസ്സിലായോ? 300 BC-യില് ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെല്ലാം തന്നെ കോഡിംഗ് നടന്നിരിക്കുന്നത് 400 BC-യിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് എക്സീലിക് കാലഘട്ടങ്ങളിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങളായതിനാൽ ഈ എല്ലാ പുസ്തകങ്ങൾക്കും ഒരു സെൻട്രാലിറ്റി ഓഫ് ജെറുസലേം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ബൈബിൾ നോക്കുമ്പോഴത്തേനും ആദ്യം അത് എഴുതി മറ്റേത് എഴുതി അങ്ങനെയല്ല നോക്കുന്നത്. ബൈബിൾ എഴുതുമ്പോൾ അതെല്ലാം എഴുതപ്പെടുന്ന സാഹചര്യങ്ങളിൽ എക്സീലിക് പോസ്റ്റ് പ്രവാസത്തിനും പ്രവാസ കാലഘട്ടത്തിനും ശേഷമാണ് എഴുതപ്പെട്ടത്. എന്തുകൊണ്ടാണ് അത് എഴുതപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലിജിയൻ ഓഫ് ദ ടെമ്പിൾ ആയിരുന്നു ആദ്യകാലങ്ങളിൽ അവരുടെ ആശ്രയം എന്ന് പറയുന്നത്. റിലിജിയൻ ഓഫ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ കാലഘട്ടത്തിന് മുമ്പ് വരെ ദേവാലയം ഉണ്ടായിരുന്ന സമയം വരെ ദേവാലയത്തോട് ചേർന്നാണ് ഇസ്രായേൽക്കാർ ജീവിച്ചിരുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് അവരൊന്നും എഴുതി വെച്ചില്ല. കാരണം ദേവാലയത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ നമ്മളിപ്പം ഒരു കപ്പ്യാർ, പള്ളിയിൽ ഒരു കപ്പ്യാരുണ്ട്. സാധാരണ പള്ളിയിലെ കപ്പ്യാര് ഒരു വംശപരമ്പരപ്പെട്ടവരാണെന്ന് വിചാരിക്കുക. ചുമ്മാ ഒന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ആ വല്യപ്പൻ അതിനെ വല്യപ്പൻ മുതൽ കപ്പ്യാരായിരുന്നു. ഇപ്പൊ കൊച്ചുമോൻ വരെ 15ാമത്തെ തലമുറ വരെ കപ്പ്യാരന്മാരായി. എങ്ങനെയാ ഈ കപ്പ്യാരന്മാരാകുമ്പോഴത്തേന് ആ വല്യപ്പൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും എഴുതി വെക്കത്ത് കാണത്തില്ല. വല്യപ്പന്റെ മകനെ പഠിപ്പിച്ചു, എടാ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ആ മകൻ അടുത്ത മകനെ പഠിപ്പിച്ചു, ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. ഒന്നും എഴുതി വെച്ചില്ല. എന്നാൽ ഈ തലമുറ എന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ തലമുറ വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൾക്കാർ വന്നു. അവരെന്ത് ചെയ്തു? അവർ നോക്കിയപ്പോ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്നാ ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ഇത് തന്നെയായിരുന്നു ഈ ജെറുസലേം ദേവാലയത്തിന്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ആരംഭകാലത്ത് റീജിയൻ ഓഫ് ദ ടെമ്പിൾ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ആളുകൾ ടെമ്പിളിലേക്ക് പോയി, സാക്രിഫൈസിലേക്ക് പോയി. അതുപോലെ തന്നെ അവിടുത്തെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേനും പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ടെമ്പിൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതെല്ലാം ഒന്ന് എഴുതി വെക്കണം. പഴയ പാരമ്പര്യങ്ങളും പഴയ ട്രഡീഷൻസും ഒക്കെ ഒന്ന് എഴുതി വെക്കണം. അങ്ങനെ എഴുതപ്പെടുന്നതാണ് വിശുദ്ധ ബൈബിൾ. മനസ്സിലായോ അമൽദേവേ? ഓക്കെ അച്ഛാ, താങ്ക് യു. ഓക്കെ. ഇനി ആരേലും? ചോദ്യം പോട്ടെ. ആരാണ്ടോ തുറന്നു. ഹലോ. ആരാണ്? അലക്സ് പറഞ്ഞു. അലക്സ്. എന്റെ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ ആരാണെന്നുള്ളത്? കാണാൻ പറ്റും. ഓക്കെ. യെസ്. എന്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജെറുസലേം ടെമ്പിൾ വീണ്ടും പണിയും എന്ന് ഒരു സൂചന ബൈബിളിൽ നിന്ന് അങ്ങനെ ഉണ്ടോ? അത് ലോകാവസാനത്തിന്റെ ഒരു സൂചനയായിട്ടാണോ വരുന്നത്?
ആ ലോകാവസാനത്തിന്റെ സൂചനയായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ജെറുസലേം ദേവാലയത്തെ കുറിച്ച് എസക്കിയേലിന്റെ പുസ്തകത്തിന്റെ 40 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പറയാൻ സമയം കിട്ടിയില്ല. 40-ാമത്തെ അധ്യായം മുതൽ പുതിയ ഒരു ദേവാലയത്തെ കുറിച്ചുള്ള ചിത്രമാണ് തരുന്നത്. എസക്കിയേലിന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം മുതൽ. ബേത്തപ്രേം ഒന്ന് ഓഫ് ചെയ്യാവോ? ബേത്തപ്രേം ഓഡിയോ ഓഫ് ചെയ്യാൻ. ബേത്തപ്രേം. ഓക്കെ, വെരി ഗുഡ്. അലക്സ് കേൾക്കാമല്ലോ അല്ലേ? അലക്സ് കേൾക്കാമല്ലോ? കേൾക്കാം. അപ്പോൾ 40-ാമത്തെ അധ്യായം മുതൽ ജെറുസലേം ദേവാലയത്തിന്റെ പുനഃസൃഷ്ടിയെ കുറിച്ചുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആ ഭാഗത്ത് പറയുന്നത് ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസ കാലത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു ദേവാലയം വേണം. ആ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ചാണ് മനസ്സിലായല്ലോ. അപ്പോൾ ഇസ്രായേൽ ജനം തിരിച്ചു വരുമ്പോൾ ഹഗ്ഗായി എന്ന് പറയുന്ന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം എടുക്കണം. അതിനകത്ത് 3-ാമത്തെ വാക്യം തുടങ്ങും. അതിനകത്ത് പറയുന്നത് നിങ്ങൾ മച്ചിട്ട വീടുകളിൽ താമസിക്കുന്നു. ഇസ്രായേൽ ജനം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, കേട്ടോണേ, ഇസ്രായേൽ ജനം തിരിച്ച് വാഗ്ദാന ദേശത്തേക്ക് ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അവരുടെ വഴിയാണ് നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ ഭവനം ഇപ്പോഴും തുരുമ്പടിച്ച് കിടക്കുന്നു. അതിനാൽ നിങ്ങൾ വിതയ്ക്കും, പക്ഷെ നിങ്ങൾ ഒട്ടും കൊയ്യുകയില്ല. നിങ്ങൾക്ക് ദാഹിക്കും, നിങ്ങളുടെ ദാഹം ഒരിക്കലും ശമിക്കത്തില്ല. നിങ്ങൾ വെള്ളം കുടിക്കും, പക്ഷെ ദാഹം ശമിക്കത്തില്ല. നിങ്ങൾ വൂളായിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കും, പക്ഷെ നിങ്ങൾക്ക് തണുപ്പ് മാറത്തില്ല. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ നിങ്ങൾ തൃപ്തരാവുകയില്ല. കാരണം എന്നാ? ദൈവത്തിന്റെ ആലയം വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന അവസരത്തിൽ, തുരുമ്പടിച്ച് കിടക്കുന്ന അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കുന്നു. അതിനാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് അറിയാമോ? മലമുകളിലേക്ക് പോയി വിറക് വെട്ടി, അല്ലെങ്കിൽ മരം വെട്ടി താഴേക്ക് കൊണ്ടുവന്ന് ദേവാലയം പണിയുക. കാരണം ആദ്യത്തെ ദേവാലയം നഷ്ടപ്പെട്ടു പോയപ്പോൾ, സോളമൻ രാജാവിന്റെ കാലഘട്ടത്തില് ദേവാലയം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഏറ്റവും വലിയ അർജന്റ് നീഡായിരുന്നു ഒരു ദേവാലയം പണിയുക എന്നുള്ളത്. എസ്രായുടെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവ് പറയുകയാണ്, നബുക്കദ്നസർ രാജാവ് ഈ ജൂദാദേശത്ത് നിന്ന് കൊണ്ടുവന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും തിരികെ നിങ്ങൾ കൊണ്ടുപോയി ദേവാലയം പണി ആരംഭിക്കണം. ഒരു അർജന്റ് നീഡാണ് ദേവാലയം എന്ന് പറയുക. കാരണം ദൈവത്തിന്റെ മഹത്വം കടന്നു വരുന്ന സ്ഥലം, ദൈവത്തിന്റെ രാജ്യത്വം പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥലം, ആ സ്ഥലമാണ് അവർക്ക് ദേവാലയമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത്. അതുകൊണ്ട് ബൈബിളിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവാലയത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ബാബിലോൺ പ്രവാസ കാലത്തിന് ശേഷം ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് വരുമ്പോൾ അവര് പണിയുന്ന ദേവാലയമാണ്. 520 BC കല്ലിട്ടു, 515 BC അതിന് പണി പൂർത്തിയാക്കി. അങ്ങനെ പണി പൂർത്തിയാക്കി, ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം അവിടെ വന്നു. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, സക്കറിയയുടെ പുസ്തകം 14-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ പറയുകയാണ്, ഇതാ രാജാവ്, ദൈവമാണ് രാജാവ്. ദൈവത്തിന്റെ രാജ്യത്വം പുനഃപ്രഖ്യാപിക്കുന്നതിനും ദേവാലയം പണിയിച്ചപ്പോഴാണ്. അവിടെ മുതല് ഒരു രാജാവിനെ, ദൈവമാകുന്ന രാജാവിനെ നമുക്ക് കിട്ടി. പിന്നീടാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും ആ ഈശോ ദാവീദിന്റെ ഗോത്രത്തിനും വംശത്തിനും പെട്ടവനായതിനാൽ അവിടുന്ന് രാജാവാണ്, മിശിഹായാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈശോയാകുന്ന വ്യക്തിയിലൂടെ മിശിഹ എന്ന് പറയുന്ന രാജ്യത്വം സ്വീകരിക്കുകയും ഈശോ എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ ദേവാലയമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് AD 70
ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അത് പുനരുദ്ധരിച്ചില്ല എന്നത് സത്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ചാണ്. അല്ലാതെ ഇനി ഒരു പുനഃസ്ഥാപനം ഉണ്ടാകുമെന്ന് അവിടെ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ദേവാലയം ആരാണ്? ഈശോയാണ് ദേവാലയം, അല്ലെ? ഈശോയാണ് ദേവാലയം. ആ ഈശോയാകുന്ന ദേവാലയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിതാവിന്റെ മുഖത്തെ കാണണം. അതെങ്ങനെയാണ്? കർത്താവിന്റെ ശരീരത്തിലൂടെ കിടക്കണം. ആ ശരീരത്തിലൂടെ കിടക്കുന്നതിനെയാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഈശോയുടെ ശരീരമാകുന്ന വിധിയിലൂടെ പിതാവിന്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ പ്രവേശനം ലഭിച്ചിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദേവാലയം. അതാണ് സഭ. അതാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ അനുഭവം. മനസ്സിലായോ? അലക്സേ, അലക്സേ, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത്. അച്ഛാ, വെളിപാട് 3:12 ആ. ഞാൻ എന്റെ വിജയം മരിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. ഒരു സ്തംഭമാക്കും. ഞാൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദേവ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും. എന്റെ ആത്മാവ്. അതിന്റെ അർത്ഥം എന്താ? വിജയം വരിക്കുന്നവന്, അതായത് ഈശോയാകുന്ന വ്യക്തിയിലൂടെ കടന്ന് വിജയം വരിക്കുന്നവന് കിട്ടുന്ന അനുഭവമാണ് സഭയുടെ ആ അനുഭവം. ഒരിക്കലും മാഞ്ഞു പോകാത്ത ദൈവാനുഗ്രഹമാണ് സഭയിലൂടെ കിട്ടുക കേട്ടോ. സഭയാണ് ഇപ്പോഴത്തെ ദേവാലയം. ദേവാലയം സഭയാണ്. സഭയാകുന്ന ആ ദേവാലയത്തിൽ ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക്, അപ്പൊ ആ സഭയാവുന്ന ദേവാലയത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുമ്പോഴത്തേനും ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, പ്രാർത്ഥിച്ച്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രാർത്ഥന നടത്തുകയാണോ? അച്ഛാ, നമുക്ക് ഒരു വാക്ക് അച്ഛന് നന്ദി പറയുകയാണ്. അച്ഛൻ ദീർഘനേരം നമ്മളോടിപ്പോൾ സംസാരിച്ചു. ഞാൻ പൊന്നമരിക്കൽ അച്ഛനാണ്. അച്ഛാ, ഞാനാണ് ബേത്തപ്രയം രാത്രി കയറിയിരിക്കുന്നത് കേട്ടോ. ഞാനത് ഇടയ്ക്കൊന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഞാനൊന്ന് ഓണാക്കിയതായിരുന്നു. അപ്പോൾ സിറിയക്കച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അച്ഛനെ എന്റെയും പ്രൊഫസറാണ്. ഞങ്ങൾ വടപാതൂര് തിയോളജി പഠിക്കുന്ന സമയത്താണ് അച്ഛൻ വരുന്നത്. വളരെ സുന്ദരമായി ഇതുപോലെ തന്നെ ക്ലാസ്സുകളെടുത്ത അച്ഛൻ്റെ ആ നല്ല ഓർമ്മകളൊക്കെ ഞാൻ ഈ ക്ലാസ് മുഴുവൻ പൂർണ്ണമായിട്ടും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ തിയോളജി കോഴ്സിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വളരെ സുന്ദരമായിട്ട് അച്ഛൻ ദേവാലയത്തിന്റെ ആ കൺസെപ്റ്റ് പഴയ നിയമത്തിലെ പ്രൊഫറ്റിക് ലിറ്ററേച്ചറുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അച്ഛന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പുതുമയേറിയ കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛനെ നമ്മുടെ ഈ തിയോളജി കോഴ്സിന്റെ കൂട്ടായ്മയുടെ പേരിൽ ഏറെ സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. കേട്ടവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എന്റെ ബൈബിളിനെ കുറിച്ചുള്ള ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങളെ കുറിച്ചൊരു ഒരു ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ പ്രത്യേകത അത് ചരിത്രപരമാണ്. അതായത് ചരിത്രത്തിൽ നിന്ന് മാറി അബ്രാഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്, യാക്കോബിന്റെ ചരിത്രം, ഒറിജിനൽ ചരിത്രം പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ഒറിജിനൽ ചരിത്രം പറയുന്നുണ്ട്. ചരിത്രത്തിൽ എങ്ങനെ ദൈവശാസ്ത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള പഠനമാണ്. 22 മിനിറ്റ് ആണ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം 500 എപ്പിസോഡുകൾ ഈ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 500 എപ്പിസോഡുകൾ, 22 മിനിറ്റിന് ഉള്ള 500 എപ്പിസോഡുകൾ. അതിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട്. മാക് ടിവിയിലൂടെയാണ്, MAC TV, മാക് ടിവിയിലൂടെ പുറത്തിറങ്ങുന്നതാണ്. എന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. നിങ്ങൾ കാണുക, കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിക്കും.
എന്ന് പറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ, മറിയമേ, തമ്പുരാന്റെ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ ഉപയോഗിക്കുന്നതാണ്. പിതാവിനും പുത്രനും തിരിച്ചയക്കും സ്തുതി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു അച്ഛൻ.